labor law and labor codes, where we'll come to know the various application of these laws and codes in our future career. Conducting workshop will make us get acquaintance with the practical application of various theories learned and are yet to be learned. Let us begin the function by reading the preamble of our constitution. I request Gayatri Menon, the student representative of our college, to render the preamble. I request all to raise. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic, and to secure to all its citizens justice, social, economic, and political, liberty of thought, expression, belief, faith, and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and the integrity of the nation. I request Mrs. Anjali P. Nair, Assistant Professor and Faculty Coordinator of Klejo, Government Law College, Kozhikode, to deliver the welcome address. Good afternoon. നമ്മൾ വളരെ സന്തോഷകരമായിട്ട് നിമിഷത്തിലുള്ള 2-day വർക്ക്ഷോപ്പ് ഓൺ ലേബർ കോഡാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ലക്കിയാണ് ബാച്ച്. ഞാൻ ഇന്ന് എൻ്റെ ഈ സ്റ്റാറ്റസ് എൻ്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ചോദിക്കുകയാണ്, നമ്മളൊന്നും പഠിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ ഒരു വർക്ക്ഷോപ്പ് പോലും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. വർക്ക്ഷോപ്പ് എന്താണെന്ന് പോലും നമുക്ക് അറിയില്ലായിരുന്നു സത്യത്തിൽ. അപ്പൊ നിങ്ങളൊക്കെ വളരെ ലക്കിയാണ്. നിങ്ങൾ പുതിയ നിയമത്തെ പറ്റി നിങ്ങൾക്ക് അവബോധം ഉണ്ടാക്കാൻ വേണ്ടി വളരെ ആപ്റ്റായിട്ടുള്ള ആളുകളെ നമുക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ട് നിങ്ങൾ അതിനെ വളരെ സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഞാൻ ആദ്യം വെക്കുകയാണ്. അപ്പൊ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ആദ്യമായി നിങ്ങൾ ഏവരെയും ഈ യോഗത്തിലേക്ക് വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള കോഴിക്കോട്ടെ ലേബർ കോടതിയുടെ പ്രിസൈഡിംഗ് ഓഫീസർ ഹോണറബിൾ ജഡ്ജ് വി എസ് വിദ്യാധരൻ സാറാണ്. എനിക്ക് തോന്നുന്നു ഇത് അദ്ദേഹത്തെ ഒരു വളരെയധികം ലേബർ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സൊസൈറ്റിയുടെ ഹാഫ് ക്രോസ് സെക്ഷൻ തന്നെ വർക്കേഴ്സാണ്. സോ അവരെ സംബന്ധിക്കുന്ന നിയമങ്ങളാണ്. ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. സോ എന്താണ് അവർക്ക് പരിരക്ഷയായിട്ടുള്ള നിയമങ്ങൾ, അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിലേക്കും നിങ്ങൾ ബഡ്ഡിങ് ലോയേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വളരെയധികം സ്കോപ്പുള്ള ഒരിതാണ്. ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്കറിയാം ലേബർ കോടതി ഇവിടെ സിവിൽ സ്റ്റേഷനിൽ നിൽക്കുന്നു, ചുരുക്കം ചില അഡ്വക്കേറ്റ്സ് മാത്രം അത് കൈകാളുകയാണ്. കുറച്ച് പേര് അത് പഠിച്ചിട്ടുണ്ടാവും, അവർ മാത്രമാണ് അതിൽ പൈനിയറായിട്ട്, അവർ മാത്രമാണ് അതിൽ സ്ട്രോങ് ആയി നിൽക്കുന്നത്. മറ്റൊരാൾക്കൊന്നും അറിയില്ല. സാധാരണ സിവിൽ കോടതി നമ്മുടെ ഇപ്പം മാറിയിട്ടുണ്ടല്ലേ സർ, ലേബർ കോടതി ഇപ്പോൾ നമ്മുടെ പുതിയ ഇതിലേക്ക് മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും, നമുക്ക് പലർക്കും അത്തരത്തിലുള്ള പ്രത്യേക ശാഖകളിൽ നമുക്ക് അത്ര പ്രാവീണ്യമില്ല. ഇപ്പോൾ ടാക്സ് എടുക്കുമ്പോൾ ലേബർ കോടതി, കൺസ്യൂമർ, അതൊക്കെ ചില അഡ്വക്കേറ്റ്സ് കൈയടക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. നിങ്ങളിപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ പുതിയ നിയമത്തെ പറ്റി പലരും അജ്ഞരാണ്, നമ്മൾ അടക്കമുള്ള ആളുകൾ. അപ്പോൾ സാറും നമുക്ക് ഒരു തുടക്കം, സാറിൻ്റെ ടോപ്പിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലേബർ ലോ അപ്ലിക്കേഷൻ ഫോർ ബഡ്ഡിംഗ് ലോയേഴ്സ്. സോ അത് ആ ഒരു വിഷയത്തിൽ അദ്ദേഹം നമ്മളോട് സംസാരിക്കും. വളരെ സന്തോഷത്തോടുകൂടി. നമുക്കറിയാം ഒരു പ്രിസൈഡിങ് ഓഫീസർ വളരെ ഒഫീഷ്യലി അത്രയും തിരക്കുള്ള ഒരു ദിനചര്യയായിരിക്കും അവർക്ക്. ആ ഒരു സമയം നമ്മുടെ കോളേജിന് വേണ്ടി നീക്കി വെക്കാൻ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നീക്കി വെച്ചതിൽ വളരെ സന്തോഷം. അതോടൊപ്പം ഈ ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോടിന്റെ പേരിലും കോളേജിന്റെ ലീഗൽ എയ്ഡ് ക്ലിനിക്കായ ലിജോയുടെ പേരിലും IQACയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും വളരെ സ്നേഹാദരങ്ങളോടുകൂടെ ഹോണറബിൾ ജഡ്ജ് വി എസ് വിദ്യാധരൻ സാറിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി നമ്മുടെ കോളേജിലേക്ക് GLCK സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ. അടുത്തതായിട്ട് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രിൻസിപ്പളാണ്. വിദ്യാധര സാറിനെ അറിയാൻ വേണ്ടി ഞാൻ പറയാണ്, ഇവിടെ സെലിബ്രിറ്റീസ് ഒക്കെ വരാറുണ്ട്. സോളമന്റെ തേനീച്ച നമ്മൾ സിനിമയുടെ ഭാഗമായിട്ട് വളരെ പ്രശസ്തനായ ഡയറക്ടർ ലാൽ ജോസും ടീമും നടികളും നടന്മാരും ചെറുപ്പക്കാരായിട്ടുള്ള നടികളും സുന്ദരികളായ നടികളും നടന്മാരൊക്കെ എത്തി. ആ വേദിയിൽ ഞങ്ങളെ പ്രിൻസിപ്പളാണ് ഷൈൻ ചെയ്തത്. അവരെന്നെ സമ്മതിച്ചു, ആര് വന്നാലും ഏത് ഗസ്റ്റ് വന്നാലും സാറിന് ആ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. സാറിന്റെ വാക്കുകളിലൂടെ പ്രസന്റേഷനിലൂടെ കണ്ണ് കെട്ടാതിരിക്കട്ടെ, എന്റെ കണ്ണ് കെട്ടാതിരിക്കട്ടെ സാറിന്. അപ്പൊ അവര് പറഞ്ഞില്ല, ആജോസ് അവസരം പറഞ്ഞു ഞങ്ങൾ സിനിമയിൽ എടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു, നിങ്ങളുടെ ഇങ്ങനത്തെ പ്രിൻസിപ്പൾ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും തന്നെ ഇപ്പൊ ഹൈക്കോടതി ജഡ്ജസ് വരുന്ന ഫംഗ്ഷൻ ആണെങ്കിലും നമ്മൾ ശ്രീ ഭട്ടതിരിപ്പാട് സൈബർ ലോന്റെ ഒരു ഇത് ചെന്നു. ആദ്യം ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം അല്ലെ വിനോദ് ഭട്ടതിരിപ്പാട്, അദ്ദേഹം ഇന്റർനാഷണൽ ഫിഗർ ആണ്.
ഈ ഒരു ആ ഫോറൻസിക് സയൻസിൽ ഈസ് എന്താ പറയാ അത്രയും നോളജുള്ള വെൽവേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അദ്ദേഹം വന്നപ്പോൾ സത്യത്തിൽ നമ്മുടെ പ്രിൻസിപ്പൾ ഉണ്ടപ്പോൾ അദ്ദേഹത്തിന് ആദ്യം ഇംപ്രഷൻ ഉണ്ടായില്ല കേട്ടോ. എനിക്ക് ഞാൻ റീഡ് ചെയ്തത് എന്താണ് സർ പറയാൻ പോകുന്നത്, ആ 65B ആണ് എവിഡൻസ്. ഓ നമ്മുടെ പ്രിൻസിപ്പൾ എഴുതിയെടുക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം വിചാരിക്കുന്ന എന്താണ്, ഈ മനുഷ്യനൊന്നും അറിയില്ല, എവിഡൻസ് ഒന്നും അറിയില്ല, എന്താ എഴുതിയെടുക്കുന്നത്. പിന്നെ ആ സെഷനിൽ വന്നിട്ട് സാറ് കൊണ്ട് തകർത്തില്ലേ 65Bന്റെ കാര്യങ്ങളും പ്രൈമറി എവിഡൻസും സെക്കൻഡ്. ഇദ്ദേഹം ആകെ അങ്കാളിപ്പോയി. പിന്നെ അദ്ദേഹം സമ്മതിച്ചു, നിങ്ങളുടെ പ്രിൻസിപ്പൾ ഞാൻ പറയേണ്ടത് എനിക്ക് ലീഗൽ നോളജ് ഇല്ല, പക്ഷെ ഞാൻ പറയുന്ന അതേ പോയിന്റാണ് ഇദ്ദേഹവും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് വളരെ സന്തോഷമാണ് ഇത്തരത്തിലുള്ള അദ്ദേഹം ജോയിൻ ചെയ്തിട്ട് കുറച്ച് കാലഘട്ടമേ ആയിട്ടുള്ളെങ്കിലും നമ്മുടെ കോളേജിൽ നിരവധി പരിപാടി. അത് നിങ്ങൾ ചില ആൾക്കാർക്ക് ഒരു ആക്ഷേപം ഉണ്ടാവും, ക്ലാസ്സുകൾ സഫർ ചെയ്യുന്ന. ഒരിക്കലും ഇല്ല കേട്ടോ. നിങ്ങൾ ക്ലിജോന്റെ പരിപാടിയോ മറ്റു പരിപാടികളോ എടുത്തു നോക്കിയാൽ 2 മണിക്ക് ശേഷമാണ് നമ്മൾ പരിപാടി ഷെഡ്യൂൾ ചെയ്യുന്നത്, ആഫ്റ്റർ ക്ലാസ് ആണ്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ വർക്ക്ഷോപ്പ് നമുക്ക് ഒരു 1 ഡേ വർക്ക്ഷോപ്പ് ആയിട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഔപചാരികതയുടെ പേരിൽ നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള പ്രിൻസിപ്പൽ ഡോക്ടർ കെ കൃഷ്ണകുമാർ സാറിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പരിപാടി IPSC കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. IPSCയുടെ മെമ്പർ ആയിട്ടുള്ള സീനിയർ ഫാക്കൽറ്റി അനീസ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. യോഗത്തിൽ നമുക്ക് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത് നമുക്ക് നാളത്തെ ഫാക്കൽറ്റി അനുജ മാം ഇസ് ദ ക്ലാസ്മേറ്റ് ഓഫ് അനീസ് സർ ആൻഡ് വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് ആഗി മിസ്. അപ്പൊ അവർ രണ്ടുപേരാണ് മാഡത്തിന് ഇവിടെ എത്തിക്കാനുള്ള ഒരു പരിശ്രമം നടത്തിയത്. ആഗി ടീച്ചർ അതുപോലെ നിങ്ങൾക്ക് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ നോട്ട് എഡിറ്റ് ചെയ്യുന്ന ടീച്ചർ, അതിന്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ. ഷീ ഈസ് ഓൾസോ ദ കോർഡിനേറ്റർ ഓഫ് ദിസ് പ്രോഗ്രാം. എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ആഗി മാമിനെയും നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തിട്ട്, അതുപോലെ തന്നെ ഫാക്കൽറ്റി മെമ്പേഴ്സും ഇപ്പോഴത്തെ എൻ്റെ പ്രിയങ്കരിയായിട്ടുള്ള ജയശ്രീ മാം ഉണ്ട്, എൻ്റെ സ്റ്റുഡൻറ് കൊള്ളി. 3 പേരും എൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. ഇപ്പൊ അവര് ടീച്ചേഴ്സാണ്, റാനിയൽ, സ്വാതി ആൻഡ് അജയ്. എല്ലാവരെയും, അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുള്ള എല്ലാവരെയും നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചിരിക്കുക. ഇതൊരു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവരെയും ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും ചോദിക്കുന്നുണ്ട് കയറാവോ. ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വളരെ വാല്യൂബിൾ ആണ്. ഇപ്പൊ എല്ലാവർക്കും ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, എല്ലാം ഒക്കെ അബ്രോഡ് പഠിക്കാന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇത് വാല്യൂ ആണ്, നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ്. എസ്പെഷ്യലി ഫൈനൽ ഇയേഴ്സ് നമ്മൾ എന്താ പറയാ ഒരു പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളാണ് ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് ഓഫ് ദിസ് ഫംഗ്ഷൻ. നിങ്ങൾ ഓരോരുത്തരെയും വളരെ സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am. Now I request Dr. N. Krishna Kumar, Principal and IQAC Coordinator of Government Law College, Kozhikode, the real spirit and soul of our college, to deliver the presidential address. Thank you. Thank you for the nice words. നമ്മുടെ ഇന്നത്തെ വിഷയം ലേബറിലാണ്. ലേബറിൽ നിങ്ങൾ എല്ലാവരും പഠിച്ച പേപ്പറാണ്, അതുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷൻ വേണ്ട. എന്നാലും നിയമത്തെ നമ്മൾ പല രീതിയിൽ വർഗീകരിക്കാറുണ്ട്. സബ്സ്റ്റാൻറ്റീവ് ലോ, പ്രൊസീജിയർ ലോ, റിക്കഗ്നൈസേഷൻ, മെറ്ററലൈസേഷൻ, പല രീതിയിൽ. സ്പെഷ്യൽ ലോ സ്റ്റാറ്റ്യൂട്ട്, ലേബർ സ്റ്റാറ്റ്യൂട്ട്. ഇതിൽ ഏത് ഗണത്തിൽ പെടുമെന്ന് നോക്കിക്കാമോ? ലേബർ ലോസ് ഏത് ഗണത്തിൽ? പെറ്റേണലാണോ മെറ്റേണലാണോ? പെറ്റേണലാണോ മെറ്റേണലാണോ? മെറ്റേണൽ. എന്താ അങ്ങനെ കണ്ടെത്തൽ എത്താൻ കാരണം എന്ന് ചോദിച്ചാൽ, നമുക്ക് പെറ്റേണൽ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഹിസ്റ്ററി പറഞ്ഞോട്ടെ, ഹിസ്റ്ററി പറഞ്ഞ സ്റ്റേറ്റ് എന്ന് പറയാം. സ്റ്റേറ്റ് എന്നുള്ള സങ്കല്പം ഒറിജിനലി പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് there was no idea or concept called state. അതേക്കുറിച്ച് ഹോബ്സ് എന്ന എഴുത്തുകാരനാണ് ആധികാരികമായി എഴുതിയത്. അദ്ദേഹം പറയുന്നു, ഇൻ ദി പ്രിമിറ്റീവ് സൊസൈറ്റി there was no state at all. സ്റ്റേറ്റേ ഇല്ല. He describes it as stateless state. നമുക്ക് stateless state, first state stands for the so-called state and the second state stands for phase or stage. അപ്പോൾ സ്റ്റേറ്റ് ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്. Nobody was there to control anybody. Kill whom, അദ്ദേഹത്തിൻ്റെ ഓൺ വേർഡ്സ് ഞാൻ കോട്ട് ചെയ്യാണ്. In the primitive society there was nobody to control anybody. Kill whom you can and take what you can was the slogan of the day. ആരെ വേണമെങ്കിൽ കൊന്നോളൂ, എന്ത് വേണമെങ്കിൽ കവർന്നെടുത്തോളൂ. അദ്ദേഹം വേറൊരു അദ്ദേഹത്തിൻ്റെ തന്നെ വേർഡ്സ് കോട്ട് ചെയ്യാണ്. Man was like a famished wolf trying to devour others. ഫാമിഷ്ഡ് വൂൾഫിനെ വിറയ്ക്കുന്ന ചെന്നായ, തണുപ്പ് കൊണ്ടിട്ടല്ല, ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന ചെന്നായ, ട്രൈങ് ടു ഡെവർ, കടിച്ചു കയറി വിഴുങ്ങാൻ, ചവച്ചരയ്ക്കാതെ വിഴുങ്ങാൻ തയ്യാറെടുത്തിരിക്കുന്ന ചെന്നായ കൂട്ടായിരുന്നു മനുഷ്യൻ. ആ സൊസൈറ്റിയിൽ നമ്മൾ പല വെല്ലുവിളിക്കാൻ അനർക്കിയെന്നോ ലീസഫെയർ എന്നൊക്കെ വിളിക്കുന്നു. ഒരു വെൽഫെയറും ഇല്ല, ഒരു പ്രൊട്ടക്ഷനും ഇല്ല, സ്റ്റേറ്റ് ഇല്ല, സീറോയാണ്. ലേറ്റർ ഓൺ ദാറ്റ് ഗോഡ് ചേഞ്ച് ഇൻടു എന്തായി മാറി എന്ന് പറഞ്ഞാൽ, ദാറ്റ് കൺസെപ്റ്റ്, ആ സ്റ്റേറ്റ് ഇല്ലായ്മ എന്നുള്ള അവസ്ഥ മാറിയിട്ട് നേരെ ഓപ്പോസിറ്റായി. ഓംനിപോട്ടന്റ് സ്റ്റേറ്റ് വളരെ പവർഫുൾ ആയി മാറി. വി കോൾ ഇറ്റ് പോലീസ് സ്റ്റേറ്റ്.
പൊലിഷ്യ എന്ന വാക്കിൽ നിന്നാണ് ഈ പോലീസ് എന്ന വാക്കിൻ്റെ എറ്റിമോളജിക്കലി തേടുമ്പോൾ പോലീസ് എന്ന വാക്കിൻ്റെ പദശാസ്ത്രപരമായ ഉൽപ്പത്തി തേടിക്കുമ്പോൾ പൊലിഷ്യ എന്ന ഗ്രീക്ക് വേർഡിൽ എത്തേണ്ടി വരും. പൊലിഷ്യ എന്ന വാക്കിൻ്റെ അർത്ഥം ടു കൺട്രോൾ ഓർ ടു ഗവേൺ ഓർ റെഗുലേറ്റ് എന്ന അർത്ഥം, നിയന്ത്രിക്കുക. അപ്പം നിയന്ത്രിക്കുന്ന സ്റ്റേറ്റ്, എല്ലാത്തിനും കയറി തലയിടുന്ന, എല്ലാത്തിനും കയറി ഒരു 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 ഞങ്ങളുടെ തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ കണ്ട്രാക്ക് വിടുക എന്ന് പറയും. കണ്ട്രാക്ക് വിടുന്ന ഒരു സ്റ്റേറ്റ്, പഴയ സ്റ്റേറ്റ്, അതായിരുന്നു പോലീസ് സ്റ്റേറ്റ്. അത് പക്ഷേ ഭയങ്കരമായി ദാറ്റ് ഹാസ് ഇൻവൈറ്റഡ് കാസ്റ്റിഗേഷൻ. കാസ്റ്റിഗേഷൻ ഒരു വേർഡ് ഫെമിലിയർ ആണെന്ന് സിവിയർ ക്രിറ്റിസിസത്തിന് വരുന്ന വാക്കാണ് കാസ്റ്റിഗേഷൻ. അപ്പോൾ ലോകം മുഴുവൻ അതിനെ വിമർശിച്ചു, ശക്തമായി വിമർശിച്ചു, നെഗറ്റീവായിട്ട് വിമർശിച്ചു. അങ്ങനെ വന്നപ്പം ആ പെറ്റേണൽ സ്റ്റേറ്റിന്റെ പ്രോഡക്റ്റ് അന്നത്തെ ലോസ് നോക്കി കഴിഞ്ഞാൽ മിക്കതും വളരെ ഹാർഷായ ലോസാണ്, ബാർബേറിയൻ ലോസാണ്. അപ്പോൾ അതിൽ നിന്ന് ഒന്നുകൂടെ വിടുതൽ വന്നിട്ട് ഇന്നത്തെ സ്റ്റേറ്റിൽ വന്നു. ഇപ്പോൾ ഉള്ള സ്റ്റേറ്റിന്റെ പേര് നമുക്കറിയാം, വെൽഫെയർ സ്റ്റേറ്റ്, സോഷ്യൽ വെൽഫെയർ സ്റ്റേറ്റ് എന്നൊക്കെ പറയും. സാമൂഹ്യക്ഷേമ നിയമങ്ങളും രാഷ്ട്രവും. ഇനി വരാൻ പോകുന്ന സ്റ്റേറ്റ് എന്താണെന്ന് ഗസ് ചെയ്യാമോ? ചുമ്മാ ഒന്ന് ഗസ് ചെയ്ത് നോക്കാമോ? നാളത്തെ സ്റ്റേറ്റ്, നമ്മുടെയൊക്കെ 5-10 തലമുറയും കഴിഞ്ഞാൽ സ്റ്റേറ്റ് എന്താവും എന്ന് ഊഹിക്കാമോ? ഒന്നുകൂടെ പറയാം. ആദ്യം സ്റ്റേറ്റ് ആരെയും കൺട്രോൾ ചെയ്യാനില്ല. എന്നിട്ട് അത് പോയി നമ്മൾ ഈ ക്ലോക്കിലേക്ക് നോക്കും. ക്ലോക്ക് ഉണ്ടെന്ന് വിചാരിച്ചു. ക്ലോക്കിൽ സൂര്യ 12 നിൽക്കുമ്പോൾ സ്റ്റേറ്റ്. ആ സൂര്യ കറങ്ങി നേരെ 3 വരുമ്പോൾ പോലീസ് സ്റ്റേറ്റ്. അത് കറങ്ങി താഴെ 6 വരുമ്പോൾ ഇന്നത്തെ വെൽഫെയർ സ്റ്റേറ്റ്. കറങ്ങി 9 എന്താവും എന്നാണ് ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് പലതും എഴുതുന്നുണ്ട്. ചിലർ പറയുന്നത് സ്റ്റേറ്റ് ഉണ്ടാകുന്നില്ല എന്നുള്ളത് കറക്റ്റാണ്. അതിന് മുൻപ് ഇടയ്ക്കൊന്നും കൂടെ ഉണ്ട്. സ്റ്റേറ്റ് ആസ് എ ഫെസിലിറ്റേറ്റർ. സ്റ്റേറ്റ് ഒരു സഹായിയുടെ ഭാവം മാത്രം ഉണ്ടാവും, ഭൃത്യന്റെ ഭാവം, ഒരു ആശ്രിതന്റെ ഭാവം, ഒരു സഹായിയുടെ ഭാവം. അപ്പോൾ ഏത് MNCസിനും ഏത് MNCനും മൾട്ടിനാഷണൽ കമ്പനീസിനും ഏത് TNCസിനും ട്രാൻസ്നാഷണൽ കമ്പനീസിനും ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാം, ഇവിടെ ഭരിക്കാം. നമ്മളെ സ്റ്റേറ്റ് ഒരു ഭൃത്യന്റെ ഭാവത്തിൽ കൈകെട്ടി നിന്ന് സഹായം മാത്രം ചെയ്യും. അപ്പോൾ ദിസ് കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് മേ വിതർ അവേ ഗ്രാജുവലി ആൻഡ് ഇറ്റ് വിൽ റിട്ടേൺ ടു ദി ടോൾ. ദാറ്റ് ഈസ് ഏതായിരിക്കും സ്റ്റേറ്റ്, ഒരു വിശ്വാസവും പ്രതീക്ഷയും. അപ്പോൾ ഈ സ്റ്റേറ്റ് നമ്മൾ നിൽക്കുന്ന ഈ വെൽഫെയർ സ്റ്റേറ്റിന്റെ പ്രോഡക്റ്റാണ് പെറ്റേണലൈസേഷൻ. അതിന് മുമ്പുള്ള എല്ലാം പെറ്റേണലൈസേഷൻസ് ആണ്. സ്റ്റിൽ ദേർ ആർ സം പെറ്റേണലൈസേഷൻ. NDPS ആക്ട് പോലെ വളരെ കടുംപിടുത്തക്കാരായ പെറ്റേണലൈസേഷൻസ് ഉണ്ടെങ്കിലും ഇപ്പോഴും ആശയ്ക്ക് വഴിയുണ്ട്. മെറ്റേണലൈസേഷൻസ് ഉണ്ട്. തഴുകുകയും തരുകയും തലോടുകയും ചെയ്യുന്ന നിയമങ്ങൾ, തരുകയും തലോടുകയും ചെയ്യുന്ന നിയമങ്ങൾ, ഒരു തള്ളയുടെ ഭാവമുള്ള നിയമങ്ങൾ, മെറ്റേണലൈസേഷൻസ്. ഇവ ആ കൂട്ടത്തിൽപ്പെട്ടാണ് നമ്മളുടെ ലിബറലൈസേഷൻസ്. നമുക്ക് വെറുതെ അനലൈസ് ചെയ്ത് പഴയ തൊട്ട് ഇപ്പം നമുക്ക് സ്വാതന്ത്ര്യാനന്തരം നോക്കാം. 1947 ഐഡിയ ആക്ട് നിങ്ങൾ പഠിച്ചതാണ്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആയി എങ്ങനെ പ്രശ്നം ഉണ്ടാകാതിരിക്കുക എന്ന് പറഞ്ഞ് അതിനകത്ത് വർക്ക് കമ്മിറ്റി, സെക്ഷൻ 3 വർക്ക് കമ്മിറ്റിയെ കുറിച്ച് പറയുന്നത്. വർക്ക് കമ്മിറ്റി ഉണ്ടാകണം. പിന്നെ അതിൽ തീർന്നില്ല ഈ കൺഫിഗറേഷൻ ഓഫീസർ, ലേബർ കോർട്ട്, ലേബർ ട്രിബ്യൂണൽ, ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം സെക്ഷൻ 7 ലേബർ കോർട്ട്, ലേബർ ട്രിബ്യൂണൽ, ഇങ്ങനെ ഇതിനകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പോരാ. ഇനി തർക്കം വരാതിരിക്കാൻ ഒരു മുഴുവൻ മുമ്പേ അറിയാം. അതായത് തർക്കം ഉണ്ടായാലേ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ടിന് പ്രസക്തിയുള്ളൂ. തർക്കങ്ങൾ വരാതിരിക്കാൻ, പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഒരു മുഴുവൻ മുമ്പേ എറിഞ്ഞുകൊണ്ട് 1 വർഷം മുമ്പേ, ഒരു മുഴുവൻ മുമ്പേ എന്ന് പറഞ്ഞാൽ സെക്ഷൻ വർഷമാക്കാൻ വേണ്ടിയിട്ട് 1 വർഷം മുമ്പേ വേറൊരു നിയമം, ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട്. അപ്പോൾ തർക്കം ഉണ്ടാകുന്നതിന് മുമ്പേ 2 വാക്കും പറയാനുള്ള 2 കണ്ടീഷൻസിനെ ഒന്ന് ചേർത്ത് വെച്ച് ധാരണ ഉണ്ടാക്കാൻ നിയമം. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തീർക്കാൻ 48-ൽ 3 നിയമങ്ങൾ. 40 ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട്, 47 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്, 48-ൽ വീണ്ടും 3 നിയമങ്ങൾ, മിനിമം വേജസ് ആക്ട്, ഫാക്ടറീസ് ആക്ട്, ESI ആക്ട്. ഈ 3 48-ന്റെ പ്രൊഡക്റ്റ് ആക്ട്. ഇങ്ങനെ ഒരു ഓർത്തിരുന്നാൽ മതി. ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് മിനിമം ESI എങ്കിലും വേണം എന്ന് പറഞ്ഞത്. ഫാക്ടറി തൊഴിലാളികൾക്ക് മിനിമം ESI എങ്കിലും വേണം. ഫാക്ടറീസ് ആക്ട്, മിനിമം വേജസ് ആക്ട്, ESI ആക്ട്. അത് രണ്ടും ഈ 3 48-ന്റെ പ്രൊഡക്റ്റ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ നിയമങ്ങളെല്ലാം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും എല്ലാം വെൽഫെയർ നിയമങ്ങളാണ്, സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആണ്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ റൈസ്, എങ്ങനെ വെറും തൊഴിലാളികൾക്ക് അനുകൂലമായി മാത്രം നിയമം ഉണ്ടാക്കിയാൽ അത് നീതിയാണോ? നമ്മൾ നിയമം എന്ന് പറഞ്ഞാൽ 2 കൂട്ടരെയും കാണണം. കൂടുതലും ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് തന്നെ പറയുന്നുണ്ട്. നമ്മൾ പിന്നെ വർക്ക് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഈക്വൽ നമ്പർ ആയിരിക്കണം. സപ്പോസ് ഒന്ന് കൂടിപ്പോയാൽ തൊഴിലാളിക്കായിരിക്കട്ടെ. അപ്പോൾ തൊഴിലാളിക്ക് ഫേവറബിൾ ആയിട്ടാണ് നിയമം ഉണ്ടാക്കുന്നത്. ഹൗ ഡു യു ജസ്റ്റിഫൈ ദിസ് ഐഡിയ? ലേബർ ലെജിസ്ലേഷൻസ് കൂടുതലും തൊഴിലാളി സൗഹൃദമാണ്. അതെങ്ങനെ ജസ്റ്റിഫൈ പറ്റും? മുതലാളിയൊക്കെ ഇവിടെ ജീവിക്കണ്ടേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു വല്ലാത്ത ചോദ്യമാണ്. അത് ജസ്റ്റിസ് പ്രിൻസിപ്പിൾസിന്റെ ഗുരുകല്ലിൽ മാറ്റിവെക്കുമ്പോൾ ലേബർ ലെജിസ്ലേഷൻസ് 1 സൈഡഡ് അല്ലേ? അതൊരു ന്യായമായ ചോദ്യമാണോ? അങ്ങനെ ചോദ്യം ചോദിച്ചാൽ ന്യായമാണല്ലോ. അതിനെങ്ങനെ നമുക്ക് ആ ചോദ്യത്തിന് എങ്ങനെ ഒന്ന് നമുക്ക് ആൻസർ ചെയ്യാം? ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാം ആർക്കെങ്കിലും പ്ലീസ്. ചോദ്യം ക്ലിയർ അല്ലേ?
ലേബർ ലെജിസ്ലേഷൻസ് ഓൺ സൈഡഡ് ആണ്. തിരിച്ചു നമുക്ക് വേണ്ടെന്ന് അല്ല, ജസ്റ്റ് ആണെന്നൊക്കെ ആർഗ്യൂ ചെയ്യാം. പക്ഷേ എന്നാലും നമ്മൾ ഒരു ആംഗിൾ നോക്കുമ്പോൾ അതങ്ങനെ തോന്നും. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നു? ഹൗ ഡു യു ജസ്റ്റിഫൈ ദാറ്റ് ഐഡിയ? അതുകൂടെ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്, എങ്ങനെ ജസ്റ്റിഫൈ? ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമോ പ്ലീസ്? വീക്കർ സെക്ഷൻ. വീക്കറെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാം പറയുന്നില്ലല്ലോ. 15 + 3 പറയുന്നില്ലേ പറയുന്നുള്ളൂ. ലേബർ ഡാരി പറയുന്നില്ലല്ലോ. അത് 15 + 3 അപ്പൊ പിന്നെ എങ്ങനെ? കൊള്ളാം. ആൻസർ അറ്റംപ്റ്റ് ഈസ് ഗുഡ്. എനിബഡി പ്ലീസ്? ഇക്വിറ്റി. കൊള്ളാം, അതും കൊള്ളാം. ഇക്വിറ്റി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ശരി, വീക്കർ അതിനാണെങ്കിൽ വീക്കർ എന്നാലും കൊള്ളാം, കുഴപ്പം. എന്നാലും വേറൊരു ട്രൈ, ഒരു അറ്റംപ്റ്റ് ഞാൻ നടത്താം. നമുക്ക് ബന്ധാം പറയുന്നു, ജർമ്മൻ ബന്ധാം പറയുന്നു. അതെ, ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ടു ദി ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ എന്നാണ്. അതൊരു ഉട്ടോപ്യൻ സങ്കല്പമാണ്. ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, അതിനൊരിക്കലും ഗ്രേറ്റസ്റ്റ് ആവില്ല, അതിലും വലുത് വരും. ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിളും പറയാൻ പറ്റില്ല. സോ വി ക്യാൻ ഹാവ് എ ഹെഡനിസ്റ്റിക് കാൽക്കുലസ് ഉണ്ട്. അപ്പോൾ രണ്ടും ഒന്ന് വെയിറ്റ് എടുക്കാം. മുതലാളിയുടെ സന്തോഷവും തൊഴിലാളിയുടെ സന്തോഷവും കൂടെ ഒരു ത്രാസിന്റെ 2 പാനിലിട്ട് വെയിറ്റ് എടുത്ത് നോക്കാം. അങ്ങനെ വരുമ്പോൾ മെജോറിറ്റി മുതലാളിമാരാണോ തൊഴിലാളിമാരാണോ നോക്കിയാൽ തീർച്ചയായിട്ടും തൊഴിലാളികളാണ്. അവരുടെ വെൽഫെയർ കണക്കാക്കിക്കൊണ്ട് നമുക്ക് അത് അംഗീകരിക്കാം. ഞാൻ ഒരു പോയിന്റ് ചിന്തയ്ക്ക് വേണ്ടി ഇട്ടു മാത്രമേ. അപ്പോൾ ഞാൻ തൽക്കാലം നിർത്തുന്നു. നമ്മൾ പറഞ്ഞു പോയാൽ നമുക്കൊരു വിശിഷ്ടാതിഥിയുണ്ട്, സാറിൻ്റെ കേൾക്കാനാണ് നമ്മളിപ്പോൾ കൂടിയിരിക്കുന്നത്. അപ്പോൾ സാറിനെ ഞാൻ നേരത്തെ അഞ്ജലിമിസ് പരിചയപ്പെടുത്തി. നമ്മളെ ഗവൺമെൻറ് ലോ കോളേജ് കാലിക്കറ്റിലെ ആദ്യത്തെ ഫസ്റ്റ് ബാച്ചിലെ തൃശ്ശൂർ ലോ കോളേജ് ഉണ്ടാക്കിയത് അല്ലെ ആദ്യം അവിടുത്തെ പഴയ കെട്ടിടം, ചെറിയ കോഴിക്കോട് പോലുള്ള കെട്ടിടങ്ങളാണ്. ഞാൻ പോകുമ്പോഴത്തേക്ക് ആ കെട്ടിടത്തിൽ ആദ്യം പരിധികളിലും പരിമിതികളിലും പരാധീനതകളിൽ നിന്ന് പഠിച്ചു വന്ന ഒരു ബാച്ചാണ്. അപ്പോൾ ആ ബാച്ചിൻ്റെ പ്രോഡക്റ്റാണ്. സാറ് തുടങ്ങിയ ജുഡീഷ്യറിയിലേക്ക് വന്ന് മുനിസിപ്പൽ മജിസ്ട്രേറ്റായിട്ടാണ് നിയമനം കിട്ടി വരുന്നത്. സബ് ജഡ്ജായി, ഡിസ്ട്രിക്ട് ജഡ്ജായി, ഇപ്പോൾ ഏതാ ലേബർ കോർട്ട് ജഡ്ജുമായി. പിന്നെ നമുക്ക് ഇന്നത്തെ നേരത്തെ അതിന് സൂചിപ്പിച്ച പോലെ തിരക്കുകൾക്കിടയ്ക്ക് ഇടയ്ക്ക് സാറിന് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാവുന്നതാണ്. സാർ ഇപ്പോൾ എടുക്കുന്നത് ലേബർ ലെജിസ്ലേഷൻസ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നുള്ളത് പ്രാക്ടിക്കൽ സൈഡ്. സോ സാറിന്റെ ക്ലാസിന്റെ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് നമുക്ക് ഇതുവരെ കേട്ടുള്ള തിയറിയാണ്. ടെക്സ്ച്വൽ സിറ്റുവേഷൻ ആണ് നമുക്ക് അറിയാവുന്നത്. നമ്മൾ കോണ്ടെക്സ്ച്വൽ സിറ്റുവേഷനിലേക്ക് പോകാൻ പോയാണ്. ഫ്രം ടെക്സ്റ്റ് ടു കോണ്ടെക്സ്റ്റ്, ഹൗ ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ റിയാലിറ്റി, ഹൗ ഇറ്റ് ഈസ് ബ്രോട്ട് ഇൻ ടു പ്രാക്ടീസ്, ഹൗ ഇറ്റ് ഈസ് മെറ്റീരിയലൈസ്. അതാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. അതിന് പിന്നെ അടുത്ത സെഷനിൽ, മറ്റന്നാളുള്ള സെഷനിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് പുതിയ ലേബർ കോഡാണ്, പുതിയ സംവിധാനമാണ്. അതിനെക്കുറിച്ച് നമുക്ക് ആ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സാർ എടുക്കാൻ പോകുന്ന ഈ പ്രാക്ടിക്കൽ സൈഡ് ഓഫ് ദി അതർ സൈഡ് ഓഫ് ദി കോയിൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ സൈഡ് ഓഫ് വാട്ട് യു ഹാവ് ലേൺ ഇൻ ദി ക്ലാസ് റൂം. സോ ഓൺ ബിഹാഫ് ഓൾ ഓഫ് യു, on my own behalf as well as on behalf of the college, let us welcome sir. Honorable Judge V.S. Vidyadharan, who is the presiding officer of Labour Code Kozhikode, as Principal Sir told, has completed his LLB from Government Law College Thrissur in the year 1994. He is known for his great judgments. He is really a precious moment for us to have such an eminent personality, an experienced personality, to guide us in the rest of the session. I request Honorable Judge V.S. Vidyadharan, Presiding Officer Labour Code Kozhikode, to officially inaugurate the function and give us a detailed session of labour law application for budding lawyers. Respected Principal, other respected professors of this prestigious college, my dear lovable students, and ladies and gentlemen. I feel really elated to learn that the Government Law College Kozhikode has been taken much efforts, earnest efforts, to conduct a 2 days prolonged workshop on the very topic labor laws and new labor codes. I am very happy to be here this wonderful and ineffable afternoon to share some thoughts on labor laws and to inaugurate this function. I may express and extend my deep sense of gratitude for having invited me to do this. Presently, there are as many as 19 labor laws in a country like ours. These 19 labor laws includes, Industrial Disputes Act, Factories Act, Trade Unions Act, Payment of Wages Act, Minimum Wages Act, Payment of Bonus Act, Working Journalist and Non-Working Journalist Act, Equal Wages for Equal Act, Employment Act, etc. There are as many as 19 labor laws are still existing
in our country. These 19 labor codes, our parliament in their wisdom enacted 4 codes. These are the subjects you are going to listen tomorrow for the day to come. That 4 labor codes are: 1. Code on wages. Then second is Code on industrial relations. The third is Code on social security. And the last one, fourth one, is Code on occupational safety, health and working condition of laborers. These 19 existing labor laws are codified into 4 codes. These are the new four codes. I am not entering to that codes. Then, see, you imagine a situation. You imagine a supermarket. Supermarket. You imagine your own supermarket. You kindly enter into the supermarket. Entered. എല്ലാവരും അവരുടെ സൂപ്പർമാർക്കറ്റിൽ എൻ്റർ ചെയ്തോ? Yes. Then supermarket. Very many workers are working there. You can see from the starting level, cleaning boys, cleaning girls, sellers, salesman, saleswoman, then supervisors, supervisors, assistant managers, and managers, regional managers, etc. in a supermarket. One fine morning, suppose you are in a advocate's office. You have started an office of an advocate. You know the difference between advocate, lawyer, and a counsel. These are 3 entirely different terms. Then while you are sitting in your advocate office, a salesman in your supermarket. You imagine a supermarket where one of the salesmen come to your office and you are saying that I was dismissed, retrenched, discharged from service unjustified. What will you do? What will you do? This is a contextual situation. Then another situation. Imagine a hospital where you can see a number of employees also there. Right from sweepers, nurses, doctors, senior super doctors, etc. One of the nurses came to your office, your advocate office, and she would say that she was terminated from service, she was discharged from service, she was retrenched from the service without any justified reason. What will you do? These are the contextual situations. Ever so many situations are there. So in order to resolve this problem, what type of advice, what kind of advice you have to be given such a salesman or a nurse, as the case may be. Position is clear, right? Then take the first situation. In order to give a clear advice to such a person, you have to understand certain laws. Firstly and primarily, it is here the application of law is Industrial Disputes Act 1947. Almost all the 19, I have said almost all these 19 presently labor laws are pre-independence era. Now, coming to the Industrial Disputes Act, you have to understand primarily 3 things. Many things are there. Primarily 3 things. What is an industry? Then what is an industrial dispute? And then who is a workman? These are the 3 essential terms you have to understand in an upper Q basis. Then industry means, you imagine an industry. ഒരു ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റും? ഒരു ഇൻഡസ്ട്രി നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ്. Is it an industry? See, manufacturing companies are industries, but we are considering the industry for the purpose of Industrial Disputes Act to resolve the problem of a discharged, retrenched, dismissed employee. Then industry means Section 2J of the Industrial Disputes Act 1947 comes into play for resolving your problem. Industry means any type of business
which are being carried on by the employer with the help of, with the cooperation of an employee or workers for the purpose of what? For the purpose of production, supply and distribution of goods or services, not goods and services, goods or services. So any type of business, any systematic activity, that is the term used in the industry discussion, any systematic activity carried on with the cooperation of workers by the employer for the purpose of production, supply and distribution of goods and services. Then take that supermarket case. Salesman. He is working there. He is, by going by this definition, UJ, this supermarket, is supermarket an industry? It is clear by this definition, by going by this definition, we can clearly say that this particular supermarket is an industry. Because there we can see not the production, supply and distribution of not services but goods, where a person is working as an employee, then he is a, she is a, and that particular establishment is an industry. Then what is an industrial dispute? Then comes industrial dispute. Here in your a person is sitting across your office, across your bench, that by saying that he was terminated from service, from industry. So you have to understand first that he is coming from, he is employed in an industry. Then supermarket is an industry. You are convinced. Then the next question is, the dispute between this particular salesman and the industrial establishment, like the management establishment, I would say the industry is an industrial dispute. Then you have to understand first what is an industrial dispute. Industrial disputes means section 2K. Industrial dispute means nothing. It is any dispute, any difference between three types of disputes are there. Employers and employers, between manufacturers and manufacturers, employers and employers, between employers and workmen, and between workmen and workmen. These are the three types of disputes canvassed by the industrial dispute section. So here, by applying this question, can we say that is there any industrial dispute between this salesman and the supermarket establishment? Yes, it is clearly there is an established industry. Then this particular point, he said his case is that he was dismissed. He was terminated from service without any justifiable reason. So there is an industrial establishment 2J, then 2K industrial dispute. Then comes, is he a workman? Does this salesman fall under the category of workman as defined under section 2S of the Industrial Disputes Act 1947? That's the next question. Then, who is a workman? Workman means any person who has employed in four types of categories or four types of work are defined in the 2S. One is manual work. Manual work includes skilled work as well as unskilled work. Then clerical work. Then operational work. Then technical work. These are the four categories of works which are included under the definition 2S of the industry. One thing may occur that that person is sitting across you is a dismissed employee. Whether a dismissed employee is a workman, the Act would say that the section 2S would say that a person who has been working in an industrial establishment has been doing manual work, operational work, technical work or clerical work as the case. Here, the Honorable Supreme Court has held in umpteen number of decisions. A discharged employee, a discharged workman, a retrenched workman, a dismissed workman are all come under the definition of 2S of the Industrial Disputes Act to canvass for the proposition as to whether he is a
workmen or not. So by applying section 2s, this particular salesman comes under the definition of workman. Is he a workman? I think you are following him. He is a workman because he is then you have to advise him what will have to do. You have to clearly understand your position that he is an industrial establishment, there is an industry, there is an industrial dispute, and she or he, as the case may be, is a workman. Then you have to advise him what will you do. Here, industrial disputes act would say, in such a case, that you have to prefer an application to a conciliation officer appointed by the state government or the central government under notification prescribed in the Industrial Disputes Act. The conciliation officer practically is the district labor officer. In every district, the government have constituted a district labor office in which a conciliation officer is working, who is known as district labor officer. You have to prefer an application, a petition to the district labor officer stating all your grievances. There are certain pleadings which are mandatory in the petition attached to the petition given to the district labor officer. The first is the clear address of the industrial establishment for sending processes, etc. Then your date of joining in the industrial establishment, your establishment. Then your length of service, on what day you have been terminated from service. So length of service, then comes your salary, monthly salary. If you are a daily rated worker or a salaried man, you have to state your monthly salary or your daily rated wages. Then the reasons for dismissal, retrenchment, discharge, as the case may be. If you are dismissed for, if you are this salesman is feeling that he was dismissed without any justifiable reason, then he can simply say, I was dismissed by the management establishment, by the owners of the establishment without any reason. Then that application is received by the district law officer. He has to do is he has to send notice to the management establishment and to the workman, requesting them to come for a conciliation meeting. Then a conciliation meeting is to be conducted in the presence of the district labor officer for resolving or adjudicating the disputed question. If the management establishment and the direct representatives came, workmen came, then a conciliation process started. Then it might take time. It may take a number of days sitting for the conciliation officers. Then if a settlement is arrived at between the owners of the management establishment and the workmen, then that settlement has to be reduced into writing and a memorandum of settlement has to be sent by the district labor officer to the government concerned. That report is popularly known as 12-3 report in the lawyers circle and the labor officers circle. If no settlement has been arrived, taken for granted that no settlement has been arrived, then the labor officer has to send another report. That report is popularly known in the law circle is known as 12-4 report. Section 12-4 of the Industrial Disputes Act 1947 report. That report stating the reasons as to why this particular report has not been settled by the district labor officer. Then such a report, 12-4 report, is received by the government. The government has to consider as to whether there exists any industrial dispute. So, district labor officer can mistakenly done that this is an industrial dispute, then it is to be resolved by the industrial tribunal or labor court. Then this district labor officer can simply send any failure report or memorandum of settlement to the government. But the government has to consider whether there exists a
industrial dispute, which is to be adjudicated by a labor court or industrial tribunal. Then, if the government feels that this is a matter which comes under the under the definition of Industrial Dispute Act, it has to send a reference, that is called a reference to the labor court or the industrial tribunal, as the case may be, to adjudicate the dispute for a final resolution. Then here comes, what are the jurisdiction of the labor court, or what is the labor court of the jurisdiction of the industrial tribunal for resolving an issue of this nature? There are as many as 5 schedules under the Industrial Disputes Act. Then second schedule deals with the jurisdiction of the labor court. It also comes under section 7 of the Industrial Disputes Act. What are the matters to be decided or adjudicated by the labor court? First is the legality or propriety of the order passed by the management establishment or industry. In this first, the legality or propriety includes, suppose a strike has been ordered by the employees, a lockout has been ordered by the management, a layoff has been preferred by the management. Strike is the antithesis of lockout. Then whether the propriety and legality of the strike or the lockout or layoff can be considered by the labor court. Then the justifiability of if a workman has been dismissed, retrenched, discharged from the management establishment, then it is a matter to be resolved by the labor court. Then section 8 deals with the jurisdiction of the industrial tribunals, where they are preferring the question of minimum wages, the question of duty hours, then question of dealing with the fixation of minimum wages, payment of bonus, etc., dealing with the industrial tribunals. There are 4 labor courts in Kerala. One is at Kozhikode. The Kozhikode labor court is having jurisdiction of 3 districts. One is Kozhikode, Malappuram and Palakkad. I have been conducting sitting in 2 other districts also, occasionally. Kannur labor court is having jurisdiction on the northern side, that is Wayanad, Kasaragod and Kannur. The other 2 labor courts are dealing with Kollam labor court and Ernakulam labor court. These are the 4 labor courts in Kerala. Likewise, industrial tribunals are 5 industrial tribunals where also they are also having similar type of jurisdictional matters in their respective field. So our instant question posed that the government of Kerala have preferred this industrial dispute, whether the denial of employment to a salesman in a supermarket is justifiable or not. This is the question, this is the reference which the government ought to have preferred to the labor court. Then labor court has to answer that reference. So usually you cannot directly approach a labor court. There are certain exceptions by which you can directly approach. Generally and usually, the parties can approach only through government, that is through conciliation officer, only the district labor officer by sending his 214 report. Then thereafter the government is preferring this whether there is industrial dispute exists. Then only the labor court is having jurisdiction, and the affected parties, aggrieved parties can approach the labor court. Then a reference then another situation. Then a reference has come to the labor court. That has to be taken on file by the labor court as ID case, industrial dispute case. This is the form used, ID 123 bar 2022, like that. The numbering process in the labor courts are being done like that. Then, if a reference has been received, the labor court has to do is to send the summons, not notice, to send summons to the management establishment as well as the worker, asking them to come with their own statements. See, our act would say
that on receipt of summons, the management establishment or the workman have to come before the labor court with their own statements. But usually, our system is running that practicing lawyers were appearing for the generally for management as well as the workmen and asking time for filing objections or the statement of claim to this. Then after filing, we may say that if the statement of claim and the written statement of the parties may come, then on the next hearing date, then the workman has to give time for filing rejoinder to the written statement. Then for which a replication has to be filed. There is a difference between rejoinder, replication, etc. as far as the civil suit and the labor code is concerned. I shall give you that. Then you know how plain written statement, replication, rejoinder, etc. But here in the labor code, statement of claim is equal to plain. Then written statement is equal to the written statement. Then the workman's reply to the written statement in labor law is known as rejoinder, not replication. But in the other case, in the civil suits, the reply to written statement is replication. Then the reply to replication is the reply to rejoinder is the replication in the labor courts. Then after coming all these pleadings on file, then is the labor court is a court of inquiry or a court of trial? It's a court of inquiry, it's not a court of trial. Then the labor court has to start inquiry proceedings, for which the witness on the side of the workman, witness on the side of the management have to be examined first. Then here, if in the instant case, in the question posed, the management would say that this particular salesman has been terminated from service for the reason of his alleged misconduct. One of their contentions may be misconduct. Misconduct includes late coming, then threat to fellow workers, then theft, then disobedience, then ever so many disobedience. Suppose some managerial establishment having standing orders, their own standing orders, wherein the definition of misconduct are there, which includes this type of late coming, disobedience, threat to fellow workers, problem makers, etc., etc. Suppose they are taking a contention that this salesman has been terminated from service for the reason misconduct. So in such a case, the management have to conduct before termination a domestic inquiry. A domestic inquiry to inquire into the charges leveled against the workman has to be conducted by the management establishment, for which an inquiry officer is to be appointed. An inquiry officer may be any person. He may be an employee of the management establishment. He may be an advocate. He may be any person, retired judicial officers, etc. Any person they prefer can appoint an inquiry officer. Then inquiry officer has to inquire into the charges leveled against the workman, and he has to find out as to whether this misconduct has been committed by this salesman or not. If the inquiry officer submit a report of inquiry finding that he has conducted a report of inquiry, then that report of inquiry has to be produced before the labor court. Then the labor court has twin roles in such a case. It is straight law that when a domestic inquiry has been conducted prior to the termination of a workman, then the labor court has to do two things. One is as to whether the inquiry conducted by the inquiry officer is
following with the principles of natural justice. That is the then first aspect. Like a preliminary decree and a final decree. First has to consider whether the inquiry conducted by the inquiry officer by complying with the principles of natural justice. What are the principles of natural justice? You know, it is a fair conduct of industrial inquiry. Then a first point has to be answered by the labor court is the inquiry is proper or not, or inquiry has been conducted in a fair manner, complying with the principles of natural justice. If the court finds that the inquiry has been conducted following with the procedures laid down in the following the principles of natural justice, then the court has to then consider whether the punishment imposed on the workman is proportionate to the charges proved. If a simple 1 hour late in a MNC company, it's a big misconduct. 1 hour late is a big misconduct as far as that is concerned. So, the termination or punishment imposed on the workman, on a dismissed workman, discharged workman, terminated workman, is proportionate or disproportionate to the offence proved. If suppose 1 hour late coming, then if a workman has been dismissed, in such a case, we have to apply section 11 capital A of the Industrial Disputes Act, where the act would say that for simple misconducts, the termination or dismissal of an employee would not suffice the requirement. What is required is only cutting off some amount of salaries, increment, etc. Some other type of punishment can be imposed. So, section 11A coming to rescue of the employer for the reason that he was terminated from service for just a simple misconduct. But suppose the labor court finds that the inquiry has been conducted violating the principles of natural justice. He was not given the opportunity by the inquiry officer to defend his case properly. He was not given chance to examine his own witnesses. He was not given chance to produce the documents on his side. Then he was not given chance to argue his case. He was not given a chance to appoint his own lawyer to defend his case. In such a case, these are all principles of natural justice. Odi alteram partam, ningal kettundavum. Okay, see, any opportunities which are legally available to the workman are not given to this workman, then the labor court has to find that the inquiry officer has not followed the procedures established by law, or has conducted the inquiry not complying with the principles of natural justice, or he has flagrantly violated the natural justice. In such a case, the management establishment has to give a further chance. There are two propositions. One is the labor court finds that the inquiry is proper. The other is labor court finds the inquiry is not proper because of the violation of principles of natural justice. In the first case, that is, the inquiry find proper, then the labor court has to consider under section 11A, I have already said. Then, if the inquiry has been conducted by the inquiry officer violating the principles of natural justice, is the finding of the labor court, then the labor court has to give further opportunity, a new opportunity to the management for proving the charge alleged against the workman before the court. So that the management was given an opportunity to prove the misconduct before the inquiry officer. So also, the management establishment has to be given
a chance, a further chance to prove the alleged misconduct before the court of law. Then the management can examine its own witnesses. Then counter evidence can be given by the workmen also. Then the court has to find out whether the misconduct has been proved, and if proved, what are the punishment to be imposed, and if not proved, then a reference is to be answered that the management has terminated his service by without any justifiable reasons. Then these are the two findings. Then whether the court can find whether it is on justifiable reasons, dismissal is correct, or else it can also be found that the dismissal or retrenchment is not justified. Then if the court finds that the dismissal of the denial of employment to the workman is unjustified, then the court has to pronounce an award only after getting a receipt from the government. That's the difference in the other courts, in the labor courts. Then after finding the labor court is ready with the order, but it cannot directly pronounce the award. Firstly, that award has to be sent to the government for obtaining a receipt. Then after preparing an award for whether the termination of the employer is justifiable or not, or justifiable, then the labor court has to send its award to the government for getting their receipt. Then on receipt of the award by the government has to publish our award, labor court's award, in the official gazette. No other courts have such a jurisdiction. See, the award of the labor court has to be published in the official gazette of the government. Then thereafter the government will issue a receipt to the labor court. Then only after receiving that receipt, the labor court can pronounce its award in the open court. These are the procedures for an industrial adjudication before the labor court. Then, how can this award executed? An award has been pronounced stating that the dismissal of the workman, termination of the workman is unjustified. It is an award. An award can also be passed that the termination of the workman is justified. If justifiable, from both these awards, no, the workman or the industry management establishment have no right of preferring an appeal. The award of the labor court has become final. There is no statutory right for the workman or the management establishment to prefer an appeal before the High Court or anyone. But that at the same time, they can challenge the award of the labor court or the industrial tribunal by preferring a writ petition directly before the constitutional courts, not on the other courts. If normally a writ petition has been filed, then High Court normally will not interfere with the award. In sometimes there may be examples for interference with the award. Then writ appeal, from writ appeal, the party can prefer a writ appeal from the writ petition. If writ petition is dismissed or writ petition is allowed, the aggrieved party can prefer a writ appeal from there, and from which the Honorable Supreme Court is getting jurisdiction to consider the proportionality of the legalism paid by the labor court or the High Court, as the case may be. These are the procedures before the labor court. Then considering when the labor court's award has become final, it has to be executed. Then you are getting an award. Then suppose, imagine that the dismissal of the salesman from the supermarket is not justified. Then what is to be done by the workman? Then the law says that he can file a 33C2 application to the
labor code for executing the award. So the labor code can directly send the award of the labor code to the municipal court for execution. That is the one mode of recovery, execution. The other is the labor court can send the award to the district labor officer for initiating prosecution. Then they can, another mode of recovery, it can its own way execute the award by issuing another order to pay some sort of compensation to the workman, and for which revenue recovery proceedings can be initiated by sending the order to the district collector, and the district collector in turn recover the amount as if it were a land revenue. These are the procedures and these are the examples. Daily routine light നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. Then see, you can see some sort of terms. I have many times said, differently said. Retrenchment, termination, discharge, dismissal. These are entirely different terms. Then, suppose what is all termination are, all retrenchment are termination. So all termination are not retrenchments. But suppose, then to invoke the provisions of Industrial Disputes Act, then the one I omitted to say that the workman has to minimum service of 240 days in a year. So without a service length of 240 days in a previous calendar year, from the date of his termination from service, he cannot approach, he cannot recourse the Industrial Disputes Act. 240 days in 1 year, 1 year 240 days service has to be completed by the workman. Then only the termination will come to retrenchment. Then the term retrenchment is defined under section 200 of the Industrial Disputes Act. Retrenchment, a beautiful dancing definition. Very interesting. With the dancing words, our parliament in their wisdom enacted such a law. 200. It would say that every type of termination is retrenchment. Then it excludes 4 categories. One is, if a contractual employee, an employee has been selected for 2 years contract basis. Then after completion of the 2 years, then the industrial establishment or management can terminate him from service. It is not a retrenchment after completion of a service contract. Then retirement on attained superannuation. It is not a retrenchment. Then voluntary retirement. The workman himself voluntarily retire from service. Then termination by way of ill health. These are the 4 exceptions. The famous case in this regard is Bangalore water supply case. That is to be read by you. The 3-judge bench of the Honorable Supreme Court, headed by His Lordship Justice V.R. Krishnaiyer, our Krishnaiyer, has said that his words is like that: all retrenchment are termination. All terminations are not retrenchment. With these few words, I conclude my session. Thank you. Thank you, sir. Thank you so much for such an informative session. I request our beloved Principal Dr. N. Krishna Kumar to deliver a memento to our speaker, Honorable Judge V.S. Vidyadharan, Presiding Officer, Labour Code, Kozhikode, as a token of love and respect for the sparing his valuable time and sharing his valuable thoughts.
Thank you all. I request Mrs. Agi KJ, Assistant Professor, Government Law College, Kozhikode, to deliver the word of thanks. If there is any queries, you can interact with our guest. If you have any queries, you can ask. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ഈ 19 നിയമങ്ങളെ 4 കോഡാക്കി തിരിച്ചിരിക്കുകയാണ്. ഈ 4 കോഡില് ഇൻഡസ്ട്രിയൽ റിലേഷൻസിലാണ് അഡ്ജുഡിക്കേഷൻ വരുന്നത്. സെക്കൻഡ് കോഡാണ് കോഡ് ഓൺ വേജസ്, കോഡ് ഓൺ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഈ പുതിയ കോഡിൽ ലേബർ കോഡില്ല. ഇനി ലോബർ കോഡ് ഈ ഇൻഡസ്ട്രിയൽ കോഡ് ഇപ്പോൾ ഇത് ഗസറ്റിൽ പബ്ലിഷ് കഴിഞ്ഞാൽ ലേബർ കോഡ് നിർത്തും, ഭൂരിഭാഗം നിർത്തും. അതിന് പകരം ട്രൈബ്യൂണലായിട്ട് പോകും. ലേബർ കോഡ്സ് ഒക്കെ ട്രൈബ്യൂണലായിട്ട് മാറും. ഇൻഡസ്ട്രിയൽ അഡ്ജുഡിക്കേഷനിൽ ഇതൊക്കെ വരുന്നുണ്ട്. ഈ വർക്ക്സ് കമ്മിറ്റി, കൺസിലിയേഷൻ, ഇതൊക്കെ വരും. വേറെ പല ഡിഫക്ട്സും ഉണ്ട്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജും ഉണ്ട്. നമ്മൾ പുതിയ അതായത് 24 hours എന്ന് പറയുന്നത് ലൈവ് അവേഴ്സാണ്. 12+12 hours ഒക്കെ കോൺസെപ്റ്റ് മാറി. പീപ്പിൾ ആർ രാത്രി ഇരുന്ന് വർക്ക് ചെയ്യാണ്. അവേഴ്സ് ഓഫ് വർക്കിലാണ് ഇപ്പോൾ ഇതിന് വരുന്നത്. 8 hours വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ മാറി ഇപ്പോൾ 12 hours അടുപ്പിച്ച് വർക്ക് ചെയ്യുക. അങ്ങനെ പല സ്ട്രാറ്റജീസ് വരുന്നു. 12 hours വർക്ക് ചെയ്യുന്ന ആൾക്ക് ലാസ്റ്റ് 3 ദിവസം ഹോളിഡേ, 4 day വർക്കാണ്. ഇൻഡസ്ട്രിയൽ അഡ്ജുഡിക്കേഷനിൽ ലേബർ കോർട്ട് ഇല്ലാതാവും, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽസ് വരും. അതിൻ്റെയൊക്കെ റൂൾസ് വന്നുകൊണ്ടിരിക്കുന്നു. ഫാക്ട് മാത്രമാണ് കോഡിഫൈ ചെയ്തിട്ടുള്ളത് പാർലമെന്റ്. അത് പല കോണിൽ നിന്നും പല എതിർപ്പ് വന്നു പോയി. അതുകൊണ്ടാണ് അത് ഈ 1/7/2022 ആയിരുന്നു അതിന്റെ ലാസ്റ്റ് അന്ന് ഇനാക്ട് ചെയ്യുന്ന പറഞ്ഞത്. പക്ഷെ അത് ആയിട്ടില്ല. വലിയ എതിർപ്പ് വന്നു ഈ കോഡ്സിൽ. പ്രത്യേകിച്ച് വർക്കിംഗ് ക്ലാസിന്റെ ഭാഗത്ത് വലിയ എതിർപ്പ് വന്നു. സ്ട്രൈക്ക് ഒക്കെ അതിൽ വലിയ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ ഈ വർക്ക് ഫ്രം ഹോം അതൊരു പുതിയ മെത്തേഡാണ് നമ്മളിപ്പോൾ കണ്ടത്. അതൊക്കെ ഇതിലിപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോവാണ്. വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾ ഇപ്പോൾ 2 മണിക്കൂർ കാലത്ത്, 2 മണിക്കൂർ ഉച്ചയ്ക്ക്, 2 മണിക്കൂർ രാത്രി, പിന്നെ ഏർലി മോർണിംഗ് 2 hours, അങ്ങനെയുള്ള ആളുകൾ വർക്കറാവും. അങ്ങനെയുള്ള ഒരാളെ ഡിസ്മിസ് ചെയ്ത് എന്തും ചെയ്യുകയാണ്. ഇമേജ് അതൊരു ഡിഫറെന്റ് ടോപ്പിക്കാണ്. അത് നാളെ പാക്കറ്റ് എടുക്കുന്നതാണ് ഞാൻ കോർട്ട് ഓഫ് എൻക്വയറിയും ലേബർ കോർട്ടും രണ്ടുമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആണെങ്കിൽ ഡിഫറെൻ്റ് ആണ്. സെക്ഷൻ 6 കോർട്ട് ഓഫ് എൻക്വയറിയും ലേബർ കോർട്ടും ഡിഫറെൻ്റ് ആണ്. അതെ, ആ കോർട്ട് ഓഫ് എൻക്വയറി നമ്മുടെ ഈ ഡൊമസ്റ്റിക് എൻക്വയറി നടത്തും. 4 ഇതാണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ, ലേബർ കോർട്ട്, അതുപോലെ തന്നെ നാഷണൽ ട്രൈബ്യൂണൽ. ഇപ്പോൾ കോർട്ട് ഓഫ് എൻക്വയറി വെക്കുന്നത് ഈ വർക്ക്സ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഡൊമസ്റ്റിക് എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ നടത്തേണ്ട രീതികളാണ് കോർട്ട് ഓഫ് എൻക്വയറി ഉള്ളത്. എനിബഡി ക്യാൻ അപ്പോയിന്റ് ബൈ ദ മാനേജ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഫോർ കണ്ടക്ടിങ് എൻ എൻക്വയറി. പക്ഷെ ലേബർ കോർട്ടിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് റെഫറൻസ് മാതിരിയായിട്ട് വരുന്നത്. ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത്, നമ്മളൊക്കെ ഇതിൽ ഇരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് കേരള ഈ ജുഡീഷ്യൽ സർവീസ് ആളുകളെ ഹയർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. ഇത് ഈ റെഫറൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ കോർട്ട് ഓഫ് എൻക്വയറി മാനേജ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഡൊമസ്റ്റിക് എൻക്വയറി നടത്തുന്നതായിട്ട് ആരെ വേണമെങ്കിലും അവർക്ക് അപ്പോയിന്റ് ചെയ്യാം. പക്ഷെ സാധാരണ ചെയ്യാറില്ല, അവരെ തന്നെ
എംപ്ലോയിനെ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിനോ കോർട്ട് ഓഫ് എൻക്വയറിയിൽ വെച്ചിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് എഴുതി വാങ്ങുന്ന ഒരു സമ്പ്രദായം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മാനേജ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റും അവർ വയ്ക്കുന്ന എൻക്വയറി ഓഫീസർ അദ്ദേഹം അല്ലെങ്കിൽ അവർ ഇവർക്കെതിരായിട്ടൊരു റിപ്പോർട്ട് ഓഫ് എൻക്വയറി എഴുതില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ കോർട്ട് ഓഫ് എൻക്വയറി ഒക്കെ വരുന്നു. പക്ഷെ ആ ഒരു നിയമം വലിയ സോഫിസ്റ്റിക്കേറ്റഡ് നമ്മുടെ തിങ്കിങ് പ്രോസസ് മെക്കാനിസത്തിന്റെ അപ്പുറത്താണത്. അത്രയും ഹൈലി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ കോർട്ട് ഓഫ് എൻക്വയറി വരുന്നത്. ആ ഒരു സിസ്റ്റം നമ്മളവിടെ നാട്ടിൽ നടക്കില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന വെച്ചാൽ ഇപ്പോൾ ഒരാളെ പുറത്തേക്ക് അയാള് DLO അടുത്ത് പോകും. DLO ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യും. ഗവൺമെന്റ് അത് ലേബർ കോർട്ടിലേക്കോ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിലേക്കോ. ഇപ്പോൾ നാഷണൽ ട്രൈബ്യൂണലിൽ നാഷണൽ ഇമ്പോർട്ടൻസിൽ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കത്തിലുണ്ടാകുന്ന ഡിസ്പ്യൂട്ടുകൾ, ഈ 3 തരത്തിലുള്ള ഡിസ്പ്യൂട്ട് അഡ്ജുഡിക്കേഷൻ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒരു നിയമം ഭയങ്കര ഇതാണത്. അതെന്താ പറയാ, ഇറ്റ് ഈസ് ബിയോണ്ട് അവർ കോംപ്രഹെൻഷൻ. അത്ര ഒരു അത്ര ഇതായിട്ടാണ് കോർട്ട് ഓഫ് എൻക്വയറി ഒക്കെ വരുന്നത്. പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നേ ഇല്ല. പുതിയ കോഡില് നമ്മുടെ ഐഡിയ ആക്ടിലെ സെക്ഷൻ 6 പറയുന്ന കോർട്ട് ഓഫ് എൻക്വയറി ഇല്ല. പകരം 7 പറയുന്ന ലേബർ കോർട്ടും സെക്ഷൻ 7 ലേബർ കോർട്ട് 7A 7B അതിന്റെ പിന്നെ 7B റൂൾ ഓഫ് എവിഡൻസ് ഇതിൽ ബാധകമല്ല, ഞാൻ വായിക്കാതെ ഓർക്കുന്നത്. അതുകൊണ്ട് എവിഡൻസ് ആക്ട് സ്ട്രിക്റ്റ്ലി ബാധകമല്ല എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് എൻക്വയറിക്ക് മാത്രമാണ്. ഡൊമസ്റ്റിക് എൻക്വയറി ഒരു പ്രൈവറ്റ് ഒരു മാനേജ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഒരാളെ എൻക്വയറി ഓഫീസറാക്കി വെച്ചത് അയാളെ സംബന്ധിച്ച് എവിഡൻസ് ആക്ട് ഈസ് നോട്ട് ആപ്ലിക്കബിൾ. എന്തുകൊണ്ട് പക്ഷേ നമ്മുടെ ഇത് ഈ ലേബർ കോർട്ടിൽ പറയുന്നത് എവിഡൻസ് ആക്ട് ഈസ് നോട്ട് സ്ട്രിക്റ്റ്ലി ആപ്ലിക്കബിൾ. അതാണ് ടേം യൂസ് ചെയ്തത്. സുപ്രീം കോർട്ട് വുഡ് സേ സ്ട്രിക്റ്റ്ലി ആപ്ലിക്കബിൾ. അപ്പോൾ ആപ്ലിക്കബിൾ ആണ്, സ്ട്രിക്റ്റ്ലി ആപ്ലിക്കബിൾ. വി ആർ ഫോളോയിങ് ഈ മെത്തേഡ് ഓഫ് സമ്മണിങ്, അതുപോലെ അപ്രീസിയേഷൻ ഓഫ് എവിഡൻസ്, ഇതൊക്കെ അതുപോലെ എൻക്വയറി പ്രൊസീഡിങ്സ്, ഇതൊക്കെ ഒരു ഫുൾ ഫ്ലഡ്ജഡ് എൻക്വയറി. നിങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. ഒരു ഫുൾ ഫ്ലഡ്ജഡ് എൻക്വയറി പോലെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വർക്ക്മാൻ പറയണം, ഐ എം എ വർക്ക്മാൻ കമ്മിങ് അണ്ടർ ദി ഡെഫിനിഷൻ ഓഫ് കോഴ്സ്. Management would say that he is not a workman as provided by Section 2S. How can we solve this one? വർക്കർ പറയണം, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 2S പ്രകാരം ഞാനൊരു വർക്ക്മാനാണ്. മാനേജ്മെന്റ് പറയുന്നത് 2S പ്രകാരം ഡെഫിനിഷൻ അദ്ദേഹം വരില്ല. അപ്പൊ ഒരു ഇഷ്യൂ വന്നില്ലേ, ഒരു ഇഷ്യൂ അറൈസസ്. ആ ഇഷ്യൂവിനെ നമ്മൾ സോൾവ് ചെയ്യണം. So evidence is to be given to the issues, not to the entire pleadings. അതാണ് ഈ ട്രയൽ കോടതിയിലെ വ്യത്യാസം. നിങ്ങൾ തെളിവ് കൊടുക്കുന്നത് ഇഷ്യൂസിനാണ്, നിങ്ങളുടെ പ്ലീഡിങ്സിനല്ല. ഇപ്പോൾ ഇവിടെ ഒരു ഇഷ്യൂ വന്നു, ഇയാൾ വർക്ക്മാൻ ആണോ അല്ലയോ? ആ വർക്ക്മാൻ ആണോ അല്ല 2S പ്രകാരമാണ് ഇയാൾ മാനുവൽ വർക്കാണ്, സ്കിൽഡ് വർക്കാണ്, അൺസ്കിൽഡ് വർക്കാണ്, ടെക്നിക്കലാണ്, ഓപ്പറേഷനാണ്. ഇതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളൊരു വർക്കറാണ്. അപ്പോൾ നോക്കണം, ഇതൊരു ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ്. അവർക്ക് പറയാം ഇത് ഇൻഡസ്ട്രി അല്ല, ഞങ്ങളുടെ ഒരു ഇൻഡസ്ട്രി അല്ല. ഈവൺ എ പെറ്റി സ്മോൾ വെജിറ്റബിൾ ഷോപ്പ് ഈസ് എൻ ഇൻഡസ്ട്രി. Provided in order to invoke these legislative methods, one has to complete 240 days in a year, in a previous year, calculating from the date of termination. അപ്പോൾ എവിഡൻസ് എന്ന് പറഞ്ഞാൽ അതിനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ വർക്ക്മാൻ ആണെന്നുള്ള തെളിവ് കൊടുക്കുന്നത്. എങ്ങനെ വർക്ക്മാൻ തെളിയിക്കുക? അപ്പോയിന്റ്മെന്റ് ഓർഡർ ഉണ്ടാവും, സാധാരണ ഉണ്ടാവില്ല. ഇവർക്കൊന്നും അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കാനുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഉണ്ടാവും. അതിൽ എന്നാണ് അപ്പോയിന്റ് ചെയ്തത്, അവരുടെ സാലറി പെർക്സ് എന്താണ്, ഇതൊക്കെ അതിൽ കാണാം. പിന്നെ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെ എക്സാമിൻ ചെയ്യാം. ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്, ഇന്ന ദിവസം വന്നത്, ഇദ്ദേഹത്തിന്റെ നേച്ചർ ഓഫ് ഡ്യൂട്ടീസ് ഇന്നതാണ്, ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ലയബിലിറ്റീസ് ഇന്നതാണ്. ഇതൊക്കെ പറയാം. ഇങ്ങനെ ഈ എവിഡൻസ് കൊണ്ടുവന്നിട്ട് നമ്മൾ സെക്ഷൻ 2S വെച്ച് ഈ എവിഡൻസ് അനലൈസ് ചെയ്യും. അതാണ് ഇവർ പറയുന്നത്. ഈസ് നോട്ട് എവിഡൻസ് ആക്ട് ഈസ് നോട്ട് സ്ട്രിക്റ്റ്ലി ആപ്ലിക്കബിൾ. ഐ ആം ഗിവിംഗ് എംഫസിസ് ദ ടേം സ്ട്രിക്റ്റ്ലി. That does not mean the Evidence Act is not applicable. Evidence Act as such is not applicable to the domestic inquiry proceedings.
whereas it is applicable to the before the labor court for considering or resolving any issues in very strict. എവിഡൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് വിരുദ്ധ അഭിപ്രായം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിലൂടെ ഒപ്പീനിയൻ ഫോം ചെയ്യും. നിങ്ങൾ ഓപ്പണായിട്ട് ഇരുന്ന് കൊടുത്താൽ മതി. കാരണം നമ്മൾ അത്ര വലിയൊരു സംഭവം എനിപ്പടി ക്യാൻ ഡു എ ജുഡീഷ്യൽ വർക്ക്. എനിപ്പടി അതിന് നിയമമൊന്നും പഠിക്കുന്നതല്ല. നിയമം പഠിക്കുന്നത് അഭിഭാഷകരാണ്, വക്കീൽമാരാണ് നിയമം പഠിക്കുന്നത്. അവരാണ് നമുക്കൊന്നും അറിയില്ല, നമുക്ക് പറഞ്ഞു തരുന്നത് ഇന്നതാണ് ലോ, ആ ലോയിലെ ഇന്ന സെക്ഷൻ പറയുന്നതാണ്, ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള റൂളിങ്സ് ഇതൊക്കെയാണ്, നമ്മുടെ നാട്ടിലെ നിയമം ഇതൊക്കെയാണ്. അത് വെച്ച് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ടൊരു ഫൈൻഡിങ്ങിലെത്താൻ കഴിയും. നിങ്ങൾക്ക് ആരും ചോദിക്കാൻ പറ്റില്ല. ഞാൻ ഒരു സെയിം പറയാം, there are no foolish questions, only foolish answers. Generally, teachers are exempted from training gratuity according to gratuity act. Why they are differentiated? ഈ ഗ്രാറ്റുവിറ്റി കേസ് നമ്മുടെ ലേബർ കോടതിയിലെ ജൂറിസ്ഡിക്ഷനല്ല. അതിന് ഈ ലേബർ കമ്മീഷണർ, ഈ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസിൽ തന്നെ ലേബർ കമ്മീഷണേഴ്സ് GLCK അവരാണത് നോക്കുന്നത്. ഈ ടീച്ചർ എന്നുള്ള കാറ്റഗറി ഈ 1947 ആക്ട് പ്രകാരം ടീച്ചറെ എക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വർക്ക്മാൻ്റെ ഡെഫിനിഷൻ ടീച്ചർ ഈസ് എക്സെപ്റ്റഡ്, ബട്ട് അത് നോട്ടിഫൈ ചെയ്തിട്ടില്ല. ടീച്ചർ അതുപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ആൾക്കാർ അവരൊക്കെ ഈ ഡെഫിനിഷൻ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഡെഫിനിഷൻ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് നോട്ടിഫൈ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ടീച്ചർ ഈ ആക്ട് പ്രകാരം ഈ 2S പ്രകാരം ഒരു വർക്ക്മാൻ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ശരിക്കും അതേപോലെ കിട്ടിയിട്ടുണ്ടോന്നറിയില്ല. ഒരു വർക്ക്മാൻ ആണെങ്കിൽ മാനുവൽ വർക്കായിരിക്കും. മാനുവൽ വർക്ക് ഇൻക്ലൂഡ്സ് സ്കിൽഡ്, അൺസ്കിൽഡ്, അല്ല ടെക്നിക്കൽ, ഓപ്പറേഷണൽ ഓർ ക്ലറിക്കൽ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഡോക്ടേഴ്സ്, പിന്നെ നേഴ്സസ്, ഇവരുടെയൊക്കെ ഇത് ഇൻഡസ്ട്രീനെ ഡിഫൈൻ ചെയ്യുമ്പോഴാണ് നമ്മൾ വർക്ക്മാൻ്റെ കാര്യം പറയുന്നത്. ഈ വർക്ക്മാൻ ഈ കാര്യത്തിൽ ഇപ്പോൾ സർവീസ് ഇല്ലാത്ത ഇൻഡസ്ട്രി, ഇപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾ മെയിൻ ചെയ്യുക, അത് ഈ ഇൻഡസ്ട്രിയുടെ ഡെഫിനേഷനിൽ വരുന്നില്ല, പക്ഷെ വർക്ക്മാൻ്റെ ഡെഫിനേഷൻ വരും. അല്ല, വർക്ക്മാൻ്റെ ഡെഫിനേഷനിൽ വരുന്നില്ല, ഇൻഡസ്ട്രിയിൽ. ഇപ്പൊ സപ്പോസ് ഒരു ടെമ്പിളിലുള്ള ഒരു പൂജാരി വർക്ക് ചെയ്യാം, ഒരു 10-20 വർഷമായിട്ട് വർക്ക് ചെയ്യാം. അവിടുത്തെ ടെമ്പിൾ അതോറിറ്റീസ് അയാളെ നടന്നിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ടെമ്പിൾ ഒരു ഇൻഡസ്ട്രി ആണോ, പൂജാരി ഒരു വർക്ക്മാൻ ആണോ? അവിടെ നേച്ചർ ഓഫ് ഡ്യൂട്ടീസ്. അപ്പോൾ ഇത് സെറ്റിൽഡ് പൊസിഷനാണ്. ഈ ടെമ്പിളായിട്ട് അതുപോലെ റിച്വൽസ് ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഡ്യൂട്ടീസ് വരുന്ന ആളുകളൊന്നും വർക്ക്മാൻ അല്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. കണക്റ്റഡ് വിത്ത് റിച്വൽസ്, എവരിഡേ റിച്വൽസ് കണക്റ്റഡ് വിത്ത് ദി ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ സപ്പോസ് ഈ ടെമ്പിൾ ഒരു ഷോപ്പ് നടത്താനാണ്, ദ സെയിം ടെമ്പിൾ അവരെടുത്ത് കണ്ടിട്ടില്ല, നിങ്ങളുടെ ടെമ്പിളൊക്കെ അടുത്ത് സൈഡിൽ മുഴുവൻ ഒരേ ഷോപ്പായിരിക്കും, അതിൽ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും, അവരെന്നെ നടത്തുന്നുണ്ടായിരിക്കും. ഇപ്പൊ ടെമ്പിൾ നടത്തുന്ന ഒരു ഷോപ്പ്, ആ ഷോപ്പിലെ ഒരു സെയിൽസ്മാനെ പുറത്താക്കി, അങ്ങനെയാണ് അയാൾ വർക്ക്മാനോ? ടെമ്പിൾ റിച്വൽസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകളൊന്നും വർക്ക്മാൻ്റെ കാറ്റഗറിയിൽ വരില്ല. അത് ഈ ഡെഫിനേഷൻ വെച്ചിട്ടാണ്. ഓരോ കേസും അതിന്റെ ഫാക്ട്സും സർക്കംസ്റ്റാൻസ് ചെയ്തിട്ടാണ് നമ്മളിത് നോക്കുക. ഒന്നിനും ശരിയായിട്ടുള്ള ഒരു കറക്റ്റ് റെഡിമെയ്ഡ് ആൻസേഴ്സ് ഒന്നിനുമില്ല. ഇന്ന് പറയുന്നത് നാളെ തെറ്റാവും. അങ്ങനെയാണല്ലോ പുതിയ നിയമങ്ങൾ ഉണ്ടാവുന്നത്. അവാർഡ് ലേബർ കോർട്ടിന്റെ അവാർഡ് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ അത് സർക്കാർ ഗസറ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് അതിന്റെ പർപ്പസ് എന്താണ്? അല്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് പല പർപ്പസ് ഉണ്ട്. ഈ ഗസറ്റിലെ പബ്ലിഷ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഈ ഒരു അവാർഡ് ഇതിൽ ഫൈൽ ചെയ്താലേ
വെരി ആക്ട് ലേബർ ഇൻഡസ്ട്രിയൽ ഇതിൽ പറയുന്നത് ഇത് ഫൈനലാണ്. മറ്റേ ആക്ട് എടുത്ത് നോക്കി, സ്റ്റാറ്റ്യൂട്ടറി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതുമ്പോൾ തന്നെ സ്റ്റാറ്റ്യൂട്ടറി അപ്പീൽ ഉണ്ട്. അതിലെന്നെ പറയും ഇത് നിങ്ങൾക്ക് അപ്പീലുണ്ട്, അപ്പീലിന്റെ ഫോറം ഇന്നതാണ് എന്ന് പറയും. പക്ഷെ ലേബർ അവാർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹസ് ബിക്കം ഫൈനൽ. ഈ ലെജിസ്ലേച്ചർ പാർലമെന്റ് ഇന്റന്റ് ചെയ്യുന്നില്ല ഇത് ഒരു അപ്പീലബിൾ ആയിട്ടുള്ള ഒരു അവാർഡാണ് എന്ന് ഇന്റന്റ് ചെയ്യുന്നില്ല. അങ്ങനെ പബ്ലിഷ് ചെയ്താൽ മാത്രമേ ഇത് എക്സിക്യൂട്ടബിൾ ആവുള്ളൂ. പബ്ലിഷ് ചെയ്യാത്ത അവാർഡ് ഒരു നോൺ എക്സിക്യൂട്ടബിൾ അവാർഡാണ്. സെക്ഷൻ 17 ആണ് അത് പറയുന്നത്. ഇത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇത് അവാർഡ് പബ്ലിഷ് ചെയ്തിരിക്കും. പബ്ലിഷ് ചെയ്താൽ മാത്രമേ ഇതിന്റെ ഒരു സർട്ടിഫിക്കറ്റ്, ഇതിന്റെ ഒരു റെസിപ്റ്റ് ഈ ലേബർ കൊടുത്തിരിക്കും. അങ്ങനെ ഈ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ മാത്രമേ ഇവർക്ക് ടൈം ഉള്ളൂ. ഇപ്പൊ എക്സ്പാർട്ടി ആയി മാനേജ്മെന്റ് ഇഷ്ടപ്പെട്ട് സാധാരണ കോടതി വരാതെ എക്സ്പാർട്ടി ആയി ഇവർ പബ്ലിഷ് ചെയ്ത് ഫൈനലായി ഇവരവിടെ പോകും. അപ്പൊ ഒരു വർഷത്തിനുള്ളിൽ ഒരു ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു. അതിന്റെ മീൻസ് എന്താ? ഇത് ദാറ്റ് ഹാസ് ബിക്കം ഫൈനൽ. അതിൽ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയി. ഇപ്പൊ ഒരു നിയമം നമ്മൾ പറയുന്നില്ലേ, ഈ ഇന്ന ഡേറ്റ് മുതൽ അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. ആർക്കെങ്കിലും അറിയുന്നുണ്ട് നിയമങ്ങളും? പക്ഷെ എവരിബഡി നോസ് ദ ലോ. അങ്ങനെയാണല്ലോ, എല്ലാവർക്കും നിയമം അറിയാമെന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. ഇപ്പൊ ഞാൻ വേറെ അദ്ദേഹം പറയാൻ പറ്റില്ല, റോഡിന്റെ നടുവിൽ ഒരു നിങ്ങൾ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളായിരിക്കും, വാഹനം ഓടിക്കുന്ന ആളായിരിക്കും, യെല്ലോ ലൈൻ കിട്ടും. എന്താ അത് യെല്ലോ ലൈനിന്റെ മീൻ? നിങ്ങൾ കണ്ടോ ലോങ് ലൈൻസ്? ഞാനത് പറയാം, ഇവിടെ ട്രാഫിക് ലോസ് ഇവിടെ ശരിക്കും. അതുപോലെ വൈറ്റ് ലൈൻസ്, സൈഡില് വൈറ്റ് ലൈൻസ് കാണാം, അതുപോലെ ലോങ് വൈറ്റ് ലൈൻസ് ആണ്. ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ചിലർക്ക് 6 ആക്ട് ലൈൻസ് ആണ്. അല്ലെ, അവിടെ വണ്ടി ഓടിക്കുന്ന ഒരാൾ എന്ത് ചെയ്യാം? ഇത് നിങ്ങൾ കൃത്യമായിട്ട് അതാണ് വേണ്ടത്. നമ്മുടെ നാട്ടിൽ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. എനിക്ക് തോന്നിയിട്ടുള്ളതല്ല, നിങ്ങൾ അത് കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ പഠിക്കേണ്ടെന്നില്ല, അത് വേണം. അതന്നെ, അത് വളരെ ക്ലിയർ ആയിട്ട് അത് നിങ്ങൾ ഒബേ ചെയ്യണം. എന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ റൈറ്റ് ടു ഡിസ്കണക്ട് ആയതോടുകൂടി വർക്കിന്റെ ബൗണ്ടറി വീട് വർക്ക് ചെയ്താണെന്നുള്ള എൻവയറമെന്റ് തിരിച്ചറിയാൻ പറ്റാത്ത മാറി. അപ്പോ വേറെ നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലേക്ക് റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അതായത് ആഫ്റ്റർ വർക്കിംഗ് അവേഴ്സ് യു ക്യാൻ ഡിസ്കണക്ട് ഓർ യു ക്യാൻ സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ ഫോൺ എല്ലാം. അപ്പോ നമ്മളുടെ ഇന്ത്യയിൽ, അതായത് നമ്മളിപ്പോ വർക്ക് റിലേറ്റഡ് ആയിട്ട് വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കണക്ട് ആയിട്ട് കണക്കാക്കും. ഇന്റർപ്രറ്റ് ചെയ്യാവുന്ന എന്റെ ഒപ്പീനിയൻ ആണല്ലോ സാർ. ഈ മൊബൈൽ ഫോൺ വളരെ അത്യാവശ്യം. ഇനി മൊബൈൽ ഫോൺ ഇല്ലാതെ ഒരു മൊബൈൽ ഫോൺ മാത്രമായിട്ട് ജോലി ചെയ്യാവുന്ന ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി രാവിലെ കുളിച്ച് വൈറ്റ് ഷർട്ട് ഇട്ട് ഓഫീസിൽ പോകുന്ന സമ്പ്രദായം ഉണ്ടാവാൻ പോകുന്നില്ല. ഭൂമിയിൽ ഇറങ്ങി ജോലി ചെയ്യുന്ന സംവിധാനത്തിന് മാത്രമേ ഇനി നിലനിൽപ്പുണ്ടാവുള്ളൂ. ബാക്കി ഓഫീസ് വർക്കൊക്കെ പേപ്പർലെസ് ആയിട്ട് മാറി. ഒരു പേപ്പർ ഓൺലി കമ്മ്യൂണിക്കേഷൻസ്. ഈ സെർവർ, നിങ്ങളിപ്പോൾ ഈ മൊബൈലിൽ നിന്ന് അയക്കുന്ന മാറ്റേഴ്സ് ഇത് എവിടെയാണ് കിടക്കുന്നത്? നിങ്ങളത് റിമൈൻ ചെയ്തിട്ടുണ്ടോ? ഈ മെറ്റീരിയൽസ് എവിടെയാണ് കിടക്കുന്നത്? നിങ്ങളൊരു ഇമെയിൽ അയച്ചു, ഈ ഇമെയിൽ എവിടെയാണ് നിൽക്കുന്നത്? എവിടെയാണ് സൂക്ഷിക്കുന്നത്? സെർവേഴ്സിനാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി വീട്ടിനകത്ത് സുരക്ഷിതമായിട്ട് ചെയ്യാൻ. എനിക്ക് അതിനെപ്പറ്റി സുഖമില്ല. അത് വലിയ തിങ്കിങ് ആവശ്യമുള്ള മേഖലയാണ്. MNC ഓൾറെഡി കാനഡയിലൊക്കെ ലോ പാസ്. ആഫ്റ്റർ വർക്കിംഗ് യു ഡോണ്ട് ഹാവ് ടു സ്വിച്ച് ഓൺ. യു ആർ നോട്ട് ആൻസർഡ്.
ഈവൻ ഇപ്പോൾ 4 hour വർക്കിംഗ് ഡേയ്സ് സ്റ്റാർട്ട് ചെയ്തു. ഒരു കോൺസെപ്റ്റ് വന്നല്ലോ ഇന്ത്യയിൽ 4 hour വർക്കിംഗ്, ഐ മീൻ 4 days വർക്കിംഗ് ഡേയ്സ്. പക്ഷേ അതിൻ്റെ അകത്ത് വർക്കിംഗ് അവേഴ്സ് കൂട്ടിയിട്ട് 12 hours വരെ യു നീഡ് ടു വർക്ക്. അപ്പോൾ ജപ്പാൻ്റെ അത് ഒരു പറഞ്ഞു പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി യു നീഡ് 3 days, 2 or 3 days കൂടുതൽ ഹോളിഡേയ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നുള്ളൊരു ഇതിലാണ് ഈ ഒരു പറയുന്നത് 4 വർക്ക് ഡേയ്സ്. അപ്പോൾ ഞാൻ പറയും നമ്മൾ പുതിയ കോഴ്സ് വന്നു. വേറൊരു ചോദ്യം ഉണ്ട് സാർ, ഇത് എപ്പോഴാണ് നോട്ടിഫൈ ചെയ്യാൻ? ഫൈനലി ഗവൺമെന്റ് 1/7/2022 ജൂലൈ വൈദ്യുതി ഞാൻ വേറെ ഈ സെഷൻ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ ദ ഹോൾ ക്രെഡിറ്റ് ഗോസ് ടു മീ. അസം ഇത് ബെനിഫിറ്റ് ആയിട്ടില്ലെങ്കിൽ ദ ഹോൾ ക്രെഡിറ്റ് ഗോസ് ടു സർ ചോദ്യമല്ല, ഞാനൊരു കാര്യം പറയാം സാർ. ഈ നമ്മൾ ഈ സെയിൽസ് ഗേൾസ് എനിക്ക് തോന്നിയിട്ടാണ് സാർ, അവർക്ക് ഇരിക്കാനുള്ള ഒരു ഇതില്ലല്ലോ. അവർക്ക് അതിനൊരു ജിയോ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അവരെ കാലം ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർ പറയുന്ന രാത്രി ആയി കഴിഞ്ഞാൽ അവർ ക്യാമറ വെച്ച് നോക്കത്തില്ല എംപ്ലോയർ അവർ ഇരിക്കുന്നുണ്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും അത്ര നേരം നിൽക്കാൻ പറ്റില്ല. അപ്പൊ അവർ പറയുന്ന രാത്രി ആയാലും അവർക്ക് അക്കോമഡേഷൻ ഒക്കെ പ്രൊവൈഡ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പെൺകുട്ടികളൊക്കെ ഇങ്ങനെ കാലില് ഇതൊക്കെ ഇട്ട് തട്ടാൻ മനുഷ്യന്മാരല്ലേ സാർ നിൽക്കുക. അപ്പൊ അതിന് ഇപ്പൊ എന്തൊരു ജിയോ ഇറങ്ങി എന്ന് കേൾക്കും. സാറിന് അതിനെപ്പറ്റി അറിയും ഉണ്ടെങ്കിൽ സാറിന് എന്തെങ്കിലും ഒരു ലേബർ കോഡ് ജഡ്ജ് എന്നുള്ളതിൽ അങ്ങനത്തെ ഫോറത്തിൽ സാറിന് അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്ത്രീകളെ ആ ഒരു പ്രശ്നം റൈറ്റ് ടു സിറ്റ് ഇല്ല, അതുപോലെ ഒരു യൂറിനൽ കൊടുക്കാൻ പറ്റും. SM സ്വീറ്റിൽ തന്നെ അവിടെ ഒറ്റൊരു ഇതൊക്കെയാണ് സാർ. അങ്ങനത്തെ കുറേ അതിലെന്തെങ്കിലും സാർ എനിക്കറിയാം ജഡ്ജസിന് ഓഫ് കോഴ്സ് ലിമിറ്റേഷൻസ് ആണ്. എന്നാലും എന്തെങ്കിലും ഫോറം എന്തെങ്കിലും വർക്ക്ഷോപ്പിലൊക്കെ സാറിന് അങ്ങനെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അങ്ങനത്തെ വരുമ്പോൾ സാർ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യും. ഒരു ജ്വല്ലറി ഷോപ്പ് നിങ്ങൾ നോക്കുക, അവിടെ ചെന്നാൽ നോക്കുക സെയിൽസ്മാൻ ഇരിക്കാൻ സിദ്ധായില്ല കണ്ടത് ഇരിക്കുന്നുണ്ട്. അതിട്ടപ്പോൾ ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ വലിയ ഇഷ്യൂസ് വന്നു, വലിയ ഈ ചാനൽസിലൊക്കെ വലിയ ഡിബേറ്റ് ഒന്നുമില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ കാരണം ഇവർക്ക് വലിയ ഷോപ്പുകളിൽ ഇരിക്കാൻ നേരം കിട്ടില്ല. അവർക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവര് എപ്പോഴും നിൽക്കുക, കാരണം എപ്പോഴും കസ്റ്റമേഴ്സ് ക്യൂ ആണ്, ഇരിക്കാൻ നേരം കിട്ടില്ലെന്ന് അവരെ വർഷം. പിന്നെ ഈ ടൂറിസ്റ്റ് ഈ ടോയ്ലറ്റൊക്കെ മിക്കവാറും സംവിധാനങ്ങളുണ്ട്, വരുന്നുണ്ട്. അതൊക്കെ ലേബർ റിലേറ്റഡ് ഇഷ്യൂ. പക്ഷെ അതൊക്കെ ഈ ഓക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് കണ്ടീഷൻസ് ഓഫ് വേജസ് കോഡിൽ 4ാമത്തെ കോഡിൽ അത് വരുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ അത് ഈ നിയമങ്ങളൊക്കെ ഇങ്ങനെ വലുതായി വരുന്നത് ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണല്ലോ നിയമങ്ങൾ വരിക. അതൊക്കെ നമ്മുടെ സ്കെൽറ്റൺ ലോസ് ആണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഓക്കുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസിൽ ഇത് നിർബന്ധമായിട്ട് വരും. വർക്കിംഗ് കണ്ടീഷൻസ് ഇനി അതൊക്കെ പോവും. നിങ്ങൾ ഇതിപ്പോ നമ്മളിപ്പോ 2020 ഒരു 3020 എന്നുള്ള ഒരു ലോകം ഇമേജിൻ ചെയ്യും. അല്ല അങ്ങനെ ഒരു ലോകം ഇമേജിൻ ചെയ്യും. അന്ന് ഇവിടെ ഈ പരിപാടികളൊക്കെ ഉണ്ടാവും. അന്നും ഈ കോഴിക്കോട് ഓപ്പറേറ്റ് ഉണ്ടാവും, ഇവിടെ കുറെ കുട്ടികളുണ്ടാവും. അങ്ങനെയൊക്കെ ഹ്യൂമൻ ബീയിങ്സ് ഇവിടെ എക്സ്റ്റിങ്ക്റ്റ് ആവും. ട്രേഡ് യൂണിയന്റെ ഒരു റോൾ എന്തെങ്കിലും ഞാൻ പറയാൻ ഇപ്പോ ട്രേഡ് യൂണിയൻ ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എക്സ്പോസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ വർക്ക്മാന് വേണ്ടിയാവില്ല. സാധാരണ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ്, ഒരു ഇൻഡസ്ട്രിയിലെ ഭൂരിഭാഗം വരുന്ന തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ട്രേഡ് യൂണിയൻസ് എക്സ്പോസ് ചെയ്യുക. ഇൻഡിവിജ്വൽ വർക്ക്മാനെ സംബന്ധിച്ച് അവർക്ക് നേരിട്ടത് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം ഇപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ ഒരു സ്ഥാപനത്തിൽ തുടങ്ങാൻ പാടില്ല, ഒരു യൂണിയൻ തുടങ്ങാൻ പാടില്ല എന്നുള്ളത് ഒരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആണ്. ആ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് കൊണ്ട് തന്നെ ആ സ്ഥാപനത്തെ നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിയും. ട്രേഡ് യൂണിയൻ ആർക്ക് വേണമെങ്കിലും ആ ട്രേഡ് യൂണിയൻ രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ ആണോ നോൺ അൺരജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ ആണെങ്കിലോ അതിന്റെ ചില ട്രേഡ് യൂണിയൻ ആക്ടിൽ പറയുന്നുണ്ട് ഇത്ര 10% ഈ ടോട്ടൽ നമ്പറിന്റെ 10% ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യാം ആ സ്ഥാപനത്തിൽ. നിങ്ങൾക്ക് ഈ അവരുടെ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സും നിങ്ങളുടേതായിട്ടുള്ള നിയമങ്ങളും ചേർത്ത് നിങ്ങൾക്കൊരു ബൈലോസ് ഉണ്ടാക്കാവുന്നതാണ്. ട്രേഡ് യൂണിയൻസ് നിർബന്ധമാണ്. മനുഷ്യരല്ലേ ബിസിനസ്,
ജനമില്ലാതെ എന്ത്? ജനമാണ് ബിസിനസ്. ട്രേഡ് യൂണിയൻ, അതായത് ട്രേഡ് യൂണിയൻ ഫംഗ്ഷൻ ചെയ്യാതിരിക്കുക, ട്രേഡ് യൂണിയനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക. അതുപോലെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്, ട്രേഡ് യൂണിയനും അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഉണ്ടാക്കുന്നുണ്ട്. അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്നുണ്ട്, മാനേജ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്, വർക്ക്മാൻ ഉണ്ടാക്കുന്നുണ്ട്. ആളുകളെ സംഘടിക്കാനുള്ള അവകാശം നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. നിങ്ങൾക്ക് എക്സ്പ്രഷൻ പോലെ തന്നെ ലേബർ ഉള്ളിടത്തോളം കാലം ഈ വർക്ക് ഇതിൽ ഒരു ഈക്വൽ വേജസ് ഫോർ ഈക്വൽ വർക്ക് ഫോർ ഈക്വൽ വേജസ് ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ട്. നിങ്ങളത് നോക്കുമ്പോൾ ഒരു ആള് രാവിലെ 8 മണിക്കൂർ ജോലി ചെയ്ത ഒരാൾക്ക് നിങ്ങളിപ്പോൾ 1000 രൂപ അയാളുടെ ശമ്പളം കൊടുക്കും ഡെയിലി റേറ്റ്. ശരിക്കും അയാളുടെ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ലേബർ ചാർജാണോ? ഒരിക്കലും ഒരു ഈ ലേബറിനെ പണിയായിട്ട് ഇക്വിറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല, ഞാൻ മണി വേജിലാണ് പറഞ്ഞത്. ഒരു 8 മണിക്കൂർ ജോലി ചെയ്ത് 1000 രൂപ കൊടുക്കാന്നുള്ളത് മണി ഈ പ്രൊഡക്ടിവിറ്റി ബേസിൽ അത് തൊഴിലാളിക്ക് വലിയ നഷ്ടവും, അതേസമയം തൊഴിലുടമയ്ക്ക് വലിയ ലാഭം ഉണ്ടാക്കുന്നു. ലേബറിനെ വർക്കിനെ ഒരിക്കലും മണി ഇൻ ടേംസ് ഓഫ് മണിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ലിവിങ്ങിനുള്ള പൈസയാണ് തരുന്നത്. ഇന്നത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻഡെക്സ് അനുസരിച്ചുള്ള ഒരു ഫെയർ മിനിമം വേജസ് ആണ് കൊടുക്കുന്നത്. അത് വേറൊരു കോൺസെപ്റ്റാണ്. അത് ഈക്വൽ അല്ല. നിങ്ങളുടെ അധ്വാനം പ്രതിഫലത്തിന് ഈക്വൽ അല്ല. ഇപ്പൊ ഈ വർക്ക്മാന്റെ കാറ്റഗറിയിൽ നിന്ന് കുറെ ആളുകൾ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മാനേജീരിയൽ കപ്പാസിറ്റീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ദെൻ യു സെറ്റ് സൂപ്പർവൈസറി കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവരുടെ ശമ്പളം 10,000 രൂപയിൽ കൂടുതലാണെങ്കിൽ അവർ വർക്ക്മാന്റെ ഡെഫിനിഷൻ വരില്ല. ഈ വർക്ക്മാനെ ഈ പോലീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ വർക്ക്മാനില്ല. അങ്ങനെ ഈ നേവി, എയർഫോഴ്സ്, ഇങ്ങനെ കുറെ എക്സെപ്റ്റഡ് കാറ്റഗറീസ് ഉണ്ട്. അത് കുറെ ഉണ്ട്. അങ്ങനെ എക്സെപ്റ്റഡ് കാറ്റഗറീസിലെ ഒരു നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു നാലിലാണ് മാനേജറിയൽ കപ്പാസിറ്റിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ വർക്ക്മാനല്ല, അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ വർക്ക്മാനല്ല. അതേപോലെ തന്നെ സൂപ്പർവൈസറി കപ്പാസിറ്റിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ വർക്ക്മാനല്ല. പ്രൊവൈഡഡ് that his salary does not exceed 10,000 rupees. 10,000 രൂപയിൽ ശമ്പളം കിട്ടുന്ന സൂപ്പർവൈസറി കാറ്റഗറിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ വർക്ക്മാൻ ഡെഫിനിഷനിൽ വരില്ല. അല്ല, അത് കൂടിയതാണ്. ആദ്യം 1000 രൂപയിലും അതിങ്ങനെ കൂടി വന്നതാണ്. ഇപ്പൊ 279 നിങ്ങൾക്ക് അറിയാലോ. 279 ഒരു വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ 1000 രൂപയാണ് നിങ്ങളുടെ ഇത്. അത് ഉണ്ടാക്കിയ കാലത്ത് ഇന്ന് ശരിക്കും 25 പവന്റെ ചാർജ് വെക്കണേ. 1860 നിയമമാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരാൾ വണ്ടി ഓടിച്ച് ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ 279 നിങ്ങളുടെ ഫൈൻ എന്ന് പറയുന്നത് 1000 രൂപയാണ്. അത് 1860 1000 നോ കറസ്പോണ്ടിങ് ചേഞ്ച്. അതൊക്കെ ലെജിസ്ലേച്ചർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അന്ന് 1000 രൂപയുടെ വാല്യൂ നമ്മൾ അയച്ചു കൊടുക്കും. 1860 അത്രയും പണിഷ്മെന്റ് ആണ് അതിന്. അല്ല, എന്ത് ബിഗ് പണിഷ്മെന്റ് ആയിരിക്കും. ഒരു 1000 രൂപ 1860 കൊടുക്കുന്ന ആളെ സംബന്ധിച്ചാൽ കഥ കഴിഞ്ഞു. ലൈഫ് ഇംപ്രസ്മെന്റ് പണിയെടുത്താൽ കിട്ടില്ല. അത്രയും പണിഷ്മെന്റ് ഇവിടെ ഉണ്ടോ? കാലങ്ങളായിട്ട് ചേഞ്ചസ് വരുന്നുണ്ട്. അതൊക്കെ ലെജിസ്ലേച്ചർ പാർലമെന്റ് ആണ് ചെയ്യേണ്ടത്. അതൊന്നും ഇതില്ലല്ലോ. ഇപ്പോഴും അങ്ങനെയാണ്. വാഹനങ്ങൾ ധാരാളം വർദ്ധിച്ചു, റോഡുകൾ വേറൊരു പ്രശ്നം നിങ്ങളുടെ ഇതിലേക്ക് വരിക. ഇപ്പൊ നിങ്ങൾ നിയമത്തിലൊന്നും ഒരിക്കലും നിങ്ങളോട് കുറ്റം ചെയ്യരുതെന്ന് പറയുന്നില്ല. ഏതെങ്കിലും നിയമത്തിൽ യു ഷാൽ നോട്ട് കമ്മിറ്റ് ക്രൈം ഒരു നിയമത്തിലും പറയുന്നില്ല. ഉണ്ടോ? ഇല്ല. ചെയ്യുന്നില്ല. എന്താണ് ഒരു കുറ്റം, എന്താണ് ഒഫൻസ്, അതിന്റെ കറസ്പോണ്ടിങ് പണിഷ്മെന്റ്. യു ഷാൽ നോട്ട് കമ്മിറ്റ് മർഡർ, യു ഷാൽ നോട്ട് കമ്മിറ്റ് തെഫ്റ്റ് പറയുന്നില്ല.
അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കളവ് മോഷണം ഒരു കുറ്റമാണല്ലോ അല്ലെ? 379 പ്രകാരം മോഷണം തെറ്റ് കുറ്റം. നാളെ പാർലമെന്റിൽ പാസ്സാക്കി മോഷണം ഒരു കുറ്റമല്ല. നിങ്ങൾ നാളെ കക്കറുന്നു അല്ല നിങ്ങളിറങ്ങുമോ? അല്ല തോന്നുന്നു നിങ്ങളുടെ എക്സ്പ്രഷൻ കിട്ടണം. എന്താണ് പറയും എനിക്കത് കേൾക്കാൻ വേണ്ടിട്ടാ. നിങ്ങളുടെ മനസ്സ് തിങ്കിങ് പ്രോസസ് കുഴപ്പമില്ല. നിയമവിരുദ്ധല്ല. അത് നമ്മൾ അങ്ങനെ അപ്പൊ നയപരത്തിലെ പ്രഭാവം നടത്തിക്കൊള്ളു. നിങ്ങള് ആളുകളെ അസോൾട്ട് ചെയ്തോളൂ. പണിഷ്മെന്റ് അത് വേറെ രീതിയാണ്. എങ്ങനെ എന്താ I request our dear Agimis to deliver the word of thanks. A very warm good evening to one and all. Respected distinguished guests, our beloved principal, my fellow teachers, and my dear students. The duty injured on me is to express the vote of thanks. First of all, I would like to extend my sincere gratitude to our beloved principal and chair of our function, Dr. N. Krishnamar sir, under whose guidance and vision our college moves towards new heights through untraveled path. Thank you very much, sir, for being a part of this function. Now our distinguished guest and guest of the day, Honorable Justice V.S. Vidyadharan sir. സാറിനെ പറ്റി പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നു. ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ്. അതായത് നമ്മൾ ലോ കോളേജിൽ നമ്മൾ ലേബർ ലോ പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇനി വരുന്ന ഒരു ഏജ് എന്ന് പറഞ്ഞാൽ, പീരീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് അറിയാമെന്നല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അറിയാമെന്ന് മാത്രം വിലമതിക്കുന്ന ഒരു കാലമാണ് നിങ്ങളുടെ മുമ്പിൽ ഇനി വരുന്നത്. ലേബർ ലോ നിങ്ങൾ കോളേജിൽ പഠിച്ചോ എന്നുള്ളതല്ല വിഷയം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ മേഖലയിലും വരാൻ പോകുന്ന ഒരു മാറ്റം അതാണ്. അപ്പോൾ എക്യുപ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും നമ്മളിങ്ങനെ ഫംഗ്ഷൻ. അപ്പോൾ അതിന് ഇതിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് കിട്ടാനില്ല. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കഥയും കൂടി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സമയം പലരുടെയും മുഖത്ത് അക്ഷമയൊക്കെ ഉണ്ട്. സ്റ്റിൽ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാജാവ് ഒരിക്കൽ എന്താ പറയുക, ഒരു യാത്ര പോവാണ്. അപ്പോൾ വളരെ ഒരു കുഗ്രാമം എന്ന് പറയും, ചെറിയൊരു വില്ലേജ്. അവിടെ പോയിട്ട് ഒരു ചെറിയൊരു ചായപ്പീടികക്കാർക്ക് ഒരു ചായക്ക് വില ചോദിക്കും. ചായക്കടക്കാരൻ പറയും 200 rupees എന്ന് പറയും. നിങ്ങൾ വിചാരിക്കും എയർപോർട്ടാണ്, അല്ല, ചെറിയൊരു ചായക്കടയാണ്. എന്നിട്ട് 200 രൂപ ചായക്ക് വില പറയുന്നത്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ രാജാവ് വേഷപ്രച്ഛന്നനായിരുന്നു. സ്റ്റിൽ ആ ചായക്കടക്കാരൻ ഇത് രാജാവാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ രാജാവ് ചോദിക്കണം, ഒരു ചായക്ക് ഇവിടെ 200 രൂപയാണ്, എന്തായിരിക്കും ഈ വില്ലേജിന്റെ സ്റ്റാൻഡേർഡ് എന്ന് ചോദിക്കുമ്പോൾ അയാൾ തിരിച്ചു പറയണം, സാറേ ഇവിടെ ക്ഷാമമുള്ളത് എന്തിനാണ്? പാലിനും പഞ്ചസാരക്കും ചായവയ്ക്കും അല്ല, രാജാവിനാണ് ഇവിടെ ക്ഷാമം എന്നാണ് പറയുന്നത്. അതായത് രാജാവായതുകൊണ്ടാണ് 200 എന്ന് വെച്ചാൽ. ഞാൻ നമ്മുടെ സ്റ്റോറിയിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കോളേജിലെ ഡിസ്റ്റിങ്ഷ്ഡ് ആയിട്ടുള്ള ഇത്തരം ഫാക്കൽറ്റികളെ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ക്ഷാമമുള്ളത് ഇത്തരം ഡിസ്റ്റിങ്ഷ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ പറ്റി ആപ്റ്റായിട്ട് സംസാരിക്കാൻ അറിയുന്ന, ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റ് അല്ലാതെ കണ്ടെക്സ്റ്റ് പറയാൻ ആവശ്യമുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതിൽ നല്ലൊരു വ്യക്തിനെ, അതിവിശിഷ്ട വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് കിട്ടാവുന്നതൊക്കെ ഏറ്റവും നല്ല വ്യക്തിയാണ്. മാത്രമല്ല സാർ ഇനാഗുറൽ ഫംഗ്ഷന്റെ കൂടെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ നമുക്ക് വേണ്ടി സാർ ഷെയർ ചെയ്യുകയും ചെയ്തു. ഓൺ ബിഹാഫ് ഓഫ് GLCK, ഓൺ ദ ബിഹാഫ് ഓഫ് ചീഫ്, our sincere gratitude, sir. Now next അഞ്ജലി മാം ആണ്. അഞ്ജലി മാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നോക്കിയാൽ തന്നെ അറിയാം. അഞ്ജലി മാമിന്റെ ചിരി തന്നെ ധാരാളമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഒരേ സമയത്ത്, ഞാൻ എൻ്റെ റൂംമേറ്റ് സ്റ്റാഫ് റൂമിൽ ഞാൻ പറയാം, ഒരേ സമയത്ത് 3-4 വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള ആളാണ്. ഒരേ സമയത്തൊക്കെ ചെയ്തോളും.
ഓക്കെ. അപ്പോൾ ഈ ഷിപ്പിന്റെ ക്ലിജോ എന്ന് പറയുന്ന ഷിപ്പിന്റെ ക്യാപ്റ്റനാണ്. ആൻഡ് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് മൈ ഹാർട്ട്ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് ടു അഞ്ജലി മാം. ക്യാപ്റ്റൻ മാത്രമല്ല ക്രൂവും അതേപോലെ സ്ട്രോങ് ആണ്. അപ്പം പേരെടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രിജേഷും കീർത്തിയൊക്കെ പോലെയുള്ള ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞതെന്നുള്ള ഒരുപാട് നല്ല ക്രൂ മെമ്പേഴ്സും അതിൻ്റെ കൂടെ അഞ്ജലി മാമിനൊപ്പം കട്ടയ്ക്ക് നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ക്രൂ മെമ്പേഴ്സിനും ഓൺ ദ ബിഹാഫ് ഓഫ് ദിസ് പ്രോഗ്രാം ഐ എക്സ്റ്റെൻഡ് മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ്. ദെൻ അനീസാറാണ്. അഞ്ജലി മാമിന്റെ ചിരി ധാരാളം എന്നാണെങ്കിൽ അനീസാറാണെങ്കിൽ നാമം മാത്രം ധാരാളമാണ്. സാറിന്റെ പേര് കേട്ടാൽ തന്നെ കുറെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ കഴിയുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. വൺ ഓഫ് ദ പോപ്പുലർ നെയിം ഓഫ് GLCK. So on behalf of Government Law College Calicut and Clijo, I extend my sincere gratitude. ഇത് കൂടാതെ ഇവിടെ ഇരിക്കുന്ന ഓരോ ലിറ്റിൽ ഷൈനിങ് സ്റ്റാർസിനും നമ്മുടെ സ്റ്റുഡൻസ് the sky of the GLCK would be empty and dark. ഒരു സംശയമില്ല. ഇവിടെ നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസും ഫോർ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റുഡൻ്റ് ആണ്. ഫോർ ദം ബൈ ദം ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നിങ്ങളില്ലാതെ ഞങ്ങളും ഇല്ല, ഞങ്ങളില്ലെങ്കിലും നിങ്ങളുണ്ടാവും. പക്ഷെ നിങ്ങളില്ലാതെ ഒരു കോളേജ് ഇല്ല, ഉറപ്പാണ്. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഈ പ്രോഗ്രാം ഓൺ ബിഹാഫ് ഓഫ് ദിസ് പ്രോഗ്രാം ഹാർട്ട്ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ബിഹൈൻഡ് ദ സീൻ ഒരുപാട് പേരുണ്ട്. എല്ലാ ഫംഗ്ഷനും ഉണ്ടാവും ബിഹൈൻഡ് ദ സീൻ. അങ്ങനെ ബിഹൈൻഡ് സീനുള്ള എല്ലാവർക്കും ഈ ഫംഗ്ഷന്റെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നതിനോടൊപ്പം അടുത്ത വെൽക്കം കൂടി ഇതിന്റെ കൂടെ തന്നെ ഞാൻ പറയുകയാണ്. ഈ പ്രോഗ്രാം ഇവിടെ വെച്ച് കഴിയുന്നില്ല, ഇന്ന് നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഇപ്പൊ ലേബർ ലോനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്പീക്കേഴ്സും പറഞ്ഞു. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഈ LPG ഇതൊക്കെ കാലഘട്ടത്തിലേക്ക് വന്നിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് സ്റ്റാറ്റസിൽ നിന്ന് കോൺട്രാക്റ്റിലേക്ക് പോവോ എന്ന് ഭയന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്ത വെനസ്ഡേ സെഷനിൽ എല്ലാവരെയും നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് താങ്ക് യു വൺസ് അഗൈൻ ഫോർ വണ്ടർഫുൾ. Those who have not registered, please do register here and go. And day after tomorrow, 9:30. By 9:30, you'll have to be here for the registration. Refreshment is provided outside. You can have your refreshment, then you can go back. Thank you all. നമ്മൾ കഴിഞ്ഞ ആഴ്ച ക്യാമ്പയിൻ നടത്തിയിരുന്നു. അതായത് കോഴിക്കോട് തിരുവനന്തപുരം മാനസികാരോഗ്യ ആശുപത്രിയിലേക്ക് കുറച്ച് വസ്ത്രങ്ങൾ ശേഖരിക്കാൻ നോക്കും. അപ്പൊ അതിന്റെ നാളെ കൊടുക്കുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ സാറിന്റെ നേതൃത്വത്തിൽ അവിടെ ഉണ്ട്. അതിന്റെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടി ഒന്ന് ഒരു 3 മണിക്കാണ് അതവിടെ കൊടുക്കുന്നത്. അപ്പൊ അതിനുണ്ടെങ്കിൽ ലിജോ NSS കോളേജിൽ ഒന്നുണ്ടെങ്കിൽ ഒന്ന് പറയും. ചായ എടുക്കാൻ പോകുന്നത് 10 മണിക്ക് മുന്നേ തന്നെ 9:50 ആവുമ്പോൾ 10 മണിക്ക് തുടങ്ങും. ഷാർപ്പ് 10 o'clock തുടങ്ങും. ബിയോൺ ടൈം. എല്ലാവരും കൂടി സാറിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറയുന്നുണ്ട് പ്രിസൈഡിംഗ് ഓഫീസർ. ഓക്കെ